പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികരണ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴക്കാലമാണ്, ഏത് നിമിഷമൊക്കെ മഴ പെയ്യും. ഇപ്പം നല്ല കാലാവസ്ഥ, നല്ല തെളിഞ്ഞ കാലാവസ്ഥ, നല്ല വെയിൽ. തുടങ്ങിക്കോ. മൃദുല, എൻ്റെ അമ്മ ഡെയിലി നിങ്ങളുടെ വീഡിയോസ് കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കളിയാക്കും, എന്തുട്ടാ ഈ കാണുന്നതെന്ന് ചോദിച്ചു. ബട്ട് 5 മാസം മുൻപ് എൻ്റെ അമ്മ എന്നെ വിട്ടുപോയി. അമ്മയുടെ ഫോണിൽ കൂടുതലും ലൈക്ക്ഡ് വീഡിയോസ് നിങ്ങളുടെ ആയിരുന്നു. ഇപ്പം ഞാനും കാണുന്നു. അയ്യോ, ഞാൻ ഈ കമൻറ്റ് കണ്ടിട്ടില്ല. ഇത് സരിതെടുത്ത് വെച്ചില്ല. ഞാനിത് കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് കണ്ടപ്പോഴേ എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു വായിച്ചപ്പോൾ. അപ്പോൾ ഇതുപോലെ എത്രയോ പേര് നമ്മൾക്ക് നമ്മുടെ വീഡിയോസ് ഒരു 20,000 പേര് 30,000 പേരൊക്കെ കണ്ടെങ്കിൽ നമുക്കൊരു 500 കമൻ്റ് എങ്ങാനും വരും. ആ 30,000 പേരിൽ 500 പേര് കമൻ്റ് ഇട്ടാൽ ബാക്കി 29,500 പേരും നമുക്ക് കമൻ്റ് ഇടുന്നില്ല. പക്ഷേ അവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമുണ്ട്. അത് എങ്ങനെ അവർക്ക് നമ്മളെ അറിയിക്കേണ്ടതെന്നും അവർക്ക് പലരും അറിയാത്തവരായി കമൻ്റ് ഇടാനൊക്കെ. ഇപ്പം കണ്ടിരിക്കുന്നവരായാലും. അപ്പം അതിൽ അങ്ങനെ ഓരോരുത്തർ മരിച്ചു പോണത് ഒന്നും നമ്മൾ അറിയണില്ലല്ലോ. അപ്പോൾ ഞാൻ അപ്പൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത്. അപ്പോൾ ആ അമ്മയ്ക്ക് മുന്നിൽ പ്രണാമം, അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടാനൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കമൻറ്റ് വായനയിലേക്ക് കിടക്കാം. ശൈലി ഗംഗാധരൻ, എനിക്ക് 70 വയസ്സായി. മോനെ ഭയങ്കര ഇഷ്ടമാണ്. അവന് എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. അവനെ എന്നും കാണാൻ തോന്നും. ഷർമിള ദേവി, എനിക്ക് അതുപോലെ ഒരു മണി ബോക്സ് ഉണ്ടായിരുന്നു. ഞാൻ 7th പഠിക്കുമ്പോൾ കാനറ ബാങ്ക് സ്കൂളിൽ വന്ന് അക്കൗണ്ട് എടുപ്പിച്ചു. അവർ തന്നതായിരുന്നു. കീ ബാങ്കിന്റെ കൈവശം വെക്കും. അവർ എല്ലാ മാസവും വീട്ടിൽ വന്ന് പൈസ കളക്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലിടും. അന്നു മുതലേ എനിക്ക് സേവിങ് ടെൻഡൻസി കൂടുതലാണ്. ഇപ്പോഴും സാലറി കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് മാത്രമേ ചിലവഴിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ കുട്ടികളുടെ ചിലവ് കാണുമ്പോൾ വളരെ വിഷമം തോന്നും. ജഗ്ഗുവിനെ കാണുമ്പോൾ തന്നെ അറിയാം വളരെ അച്ചടക്കമുള്ള കുട്ടിയാണ് എന്ന്. അത് ഞങ്ങളുടെ സ്കൂള് ആയിരുന്ന സമയത്തുണ്ടായിരുന്നു സഞ്ജയിക. പക്ഷെ സഞ്ജയികയിൽ ആരും ചേർന്നില്ല. മാത്രം കാശുള്ള 2 കുട്ടികൾ സഞ്ജയികയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. കാശുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് 5 പൈസയും 10 പൈസയും ഒക്കെ കിട്ടുമായിരുന്നു. അവർ മാത്രം ചേർന്നു. പിന്നെ അതിന്റെ ഗതി എന്തായെന്ന് അറിയില്ല. എനിക്ക് സമ്പാദ്യശീലം അല്ലെങ്കിൽ ചെലവഴിക്കണ സ്വഭാവം ഇല്ലാണ്ടല്ല, കാശ് കിട്ടാൻ വകുപ്പില്ലാത്തതുകൊണ്ട് ഞാനും സഞ്ജയിക ചേർന്ന് ബുക്കൊക്കെ കിട്ടും, പാസ്ബുക്ക് പോലെ. അപ്പോൾ ധന്യക്കുണ്ടായിരുന്നു. ധന്യക്ക് എന്താ വെച്ചാൽ എല്ലാ ഞായറാഴ്ചയും ധന്യയുടെ അച്ചാച്ചൻ വരും. അപ്പോൾ സഞ്ജയികയിൽ ഇടാനുള്ള പൈസ കൊടുക്കും. അവിടെ അമ്മയുടെ അച്ഛനുണ്ടേ. അമ്മയുടെ അച്ഛൻ എല്ലാ ഞായറാഴ്ചയും കാണാൻ വരും. കുറേ തിന്നാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാം. അപ്പം അതിലത്തെ ചിലപ്പോൾ തിങ്കളാഴ്ച വരുമ്പോൾ കൊണ്ടുവരാറുണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ. അപ്പോൾ പൈസയും കൊടുക്കും. അപ്പം അങ്ങനെ അവള് എല്ലാ ആഴ്ചയും പൈസ ഇട്ടിട്ട് അവൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ പൈസ കിട്ടാൻ വകുപ്പില്ല, അതുകൊണ്ട് നമുക്കുണ്ടായിരുന്നില്ല. ഗീതാ നാരായണൻ, സരിത പറയുന്നത് ശരിയാണ്. ഞാൻ തൃശ്ശൂർക്കാരിയാണ്. നാട്ടിൽ വന്ന് കാണണമെന്നുണ്ട്. അജു ജഗ്ഗുവിന് സുഖമാണോ? ഗീത ചേച്ചി മൈലാപ്പൂർ ചെന്നൈ. മൈലാപ്പൂർ സിനിമ മൈലാപ്പൂർ. ജെസി ടാർസിസ്, സരിതയുടെ കമന്റ് വായന ഒരു രക്ഷയില്ല. കേൾക്കാൻ എന്ത് രസമാണ്, കേട്ടിരുന്നു പോവും. കമന്റ് വായന കേട്ടാൽ ചിരിച്ചുമെടുക്കും. എൻ്റെ കമന്റും വായിച്ചു, സന്തോഷം. ഷൈബി പോൾ, എൻ്റെ മോനും +1 ചേർന്നപ്പോൾ ജിമ്മിൽ പോകണമെന്ന് നിർബന്ധം പിടിച്ചു. ബോഡി വീക്കായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ BP ലോ ആയി. ജിമ്മിൽ പോക്ക് നിർത്തി. അത് പോകണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് കഴിക്കണം കറക്റ്റായിട്ട്. പുഷ്പകുമാരി, എൻ്റെ മോനും ഒന്നിനും നിർബന്ധം പിടിക്കില്ലായിരുന്നു. ഇപ്പോൾ അവൻ എഞ്ചിനീയറാണ്. ഇന്നും പഴയ മട്ട് തന്നെ, അനാവശ്യ ചിലവുകളൊന്നുമില്ല. കൂടുതൽ തണുപ്പം മട്ട ആയാലും പ്രശ്നമാണ്. ഞാൻ ജഗ്ഗുവിന് ചീത്ത പറയാറുള്ളത് അതിനാ. ഒരു തണുപ്പം മട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേ കുറച്ച് ആക്റ്റീവ് ആവണമല്ലോ നമ്മൾ. നല്ല അച്ചടക്കവും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞനുസരിക്കും. കണ്ടറിഞ്ഞ ഒന്നും ചെയ്യില്ല. നമ്മൾ പറഞ്ഞാലേ ചെയ്യുള്ളൂ. പറഞ്ഞാലും ചെയ്യില്ല എന്നൊന്നും പറയില്ല. പിന്നെ നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടുകയും നമ്മളോട് എതിർത്ത് സംസാരിക്കുകയും അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല. സക്കീന KK, ഞാൻ ഇന്ന് വിചാരിച്ചു പ്രതികരണ പരിപാടി ആയിരിക്കുമെന്ന്. എല്ലാം മതി, മൂടും പോയി. ഇപ്പോൾ നിങ്ങളുടെ വീഡിയോ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റാണ്ടായി. 9 മണി ആയോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും. എപ്പോഴാ ഹസ് വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്നറിയില്ല. പഴയ വീഡിയോ ഒക്കെ ഞാൻ ഇരുന്ന് കാണും. കുറേ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വേറെ ഒന്നും യൂട്യൂബിൽ കാണാറില്ല. അത്ര അഡിക്റ്റായി പോയി മക്കളെ. അപ്പം എന്താ കമൻറ്റ് വായന ഇഷ്ടമല്ലേ? അതാണോ മൂട് പോയി എന്ന് പറഞ്ഞ്? അടുത്തത് മൃദുല വേണുഗോപാൽ, ഞാൻ ഇന്ന് പൂങ്കുന്നം എലൈറ്റ് സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ജയന്തി ചേച്ചിയെ കണ്ടു. സരിത പറയുന്ന പ്രകാരം ചേച്ചി എന്ന് പറഞ്ഞതേ ഉള്ളൂട്ടോ. എൻ്റെ ചേച്ചി ആവാനുള്ള പ്രായം കാണില്ല. പരിചയപ്പെട്ടുട്ടോ. ഞാനേ പെട്ടെന്ന് കണ്ടപ്പോൾ ഇതാരാ നല്ല പരിചയം ഉണ്ടല്ലോ എന്ന് ചിന്തിച്ച് 2 തവണ ചെന്ന് നന്നായി നോക്കി ഉറപ്പിച്ചിട്ടാണ് ചെന്ന് സംസാരിച്ചത്. ആള് മാറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്.
ജയന്തി ചേച്ചിക്ക് സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ട് മറ്റേ നെസ്റ്റോയിൽ വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് ആളുകൾ ഇങ്ങനെ വരും ജയന്തി ചേച്ചിയുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കില്ല. ആൾക്ക് അപ്പോൾ ഭയങ്കര, എന്നിട്ട് നമ്മളോട് പറയത് നിങ്ങൾ കാരണം കൊണ്ടാ എന്നെ ഇങ്ങനെ എല്ലാവരും അറിയണത്, എത്ര പേരെ എന്നെ വന്ന് കണ്ട് എൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പോണേന്ന്. തോമസ് മംഗലം, തേങ്ങാക്കൊത്തിട്ട് അടിച്ചത് എന്ത് അബദ്ധം എന്നാണ് പറയുന്നത്. ഉണ്ണിയപ്പം തിന്നവർ ആരെങ്കിലും അത് മോശമാണെന്ന് പറഞ്ഞോ? പിന്നെ എന്തൊരു തേങ്ങയെ മോശം എന്ന് പറഞ്ഞാൽ അബദ്ധം പറ്റിയെന്ന് പറയാം. ന്യൂജൻ ഉണ്ണിയപ്പം അങ്ങനെയാണ് ഇഷ്ടം. പിന്നെ ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? അല്ല പിന്നെ അത് അങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് പോയി കൊത്തു കടിക്കണം യാതൊരു നിർബന്ധവും. എനിക്ക് നിർബന്ധമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കൊത്തു കടിക്കാൻ. അതിട്ട് അടിച്ച സ്ഥിതിക്ക് ഒരു വട്ടം കൂടി കുറച്ചും കൂടി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നെ. ജയശ്രീ മനോജ്, ഞാനിപ്പോൾ TV കണക്റ്റ് ആക്കി കാണും, പിന്നെ ഫോണിൽ വീണ്ടും കാണും. നിങ്ങളെ വീഡിയോ എത്ര വട്ടം കണ്ടാലും മതിയാവില്ല. ഇന്നലെ ഞാൻ പഴയ വീഡിയോ 6 സഹോദരങ്ങൾ എന്ന വീഡിയോ വീണ്ടും കണ്ടു. അതിൽ അമ്മയെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. ഞാൻ ഇന്ന് സരിതര ഒരെണ്ണം പഴയ ഫോണ്, അത് നിറയെ ഇങ്ങനെ വര വീണു. അപ്പോൾ അതിൽ അമ്മയുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ അത് എടുത്ത് അമ്മയ്ക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് നമ്മൾ കൊടുക്കണത് അമ്മയിരുന്നേ. ഓർമ്മ പോയതിന് ശേഷം ഓർമ്മ ഒരുവിധം പോയി. എന്നാലും അമ്മ വർത്താനം പറയുന്നുണ്ട്, അമ്മ കഴിക്കുന്നുണ്ട്. അത് ഞാൻ എടുത്തു വെച്ചു എന്ന് പറയാ. അതെന്തിട്ടാന്നറിയോ, നമ്മുടെ വീട്ടിൽ അമ്മയുള്ള സമയത്ത് TV വെച്ചിട്ട് ഇരിക്കുമ്പോഴേ TV-യിൽ നമ്മുടെ വീഡിയോ വെച്ച് കൊടുക്കാൻ അമ്മയ്ക്ക്. അപ്പോൾ ഓരോന്ന് ഉണ്ടാക്കണതൊക്കെ കാണില്ലേ, അപ്പോൾ ഒരെണ്ണം കൊണ്ടാടം മോനെ, ഒരെണ്ണം കൊണ്ടാടം മോനെ, അമ്മയ്ക്ക് ഇതാടം മോനെ, ഇങ്ങനെ ഇന്ന് പറയാം. അപ്പോൾ നമ്മളിത് എന്തിട്ടമ്മ പറയണേ വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും വീഡിയോ, ആ വീഡിയോയിൽ ഉണ്ടാക്കണ വല്ല സാധനങ്ങളേ കാണുമ്പോഴോ അമ്മ ഇങ്ങനെ, അമ്മയ്ക്ക് അറിയില്ലേ അത് TV-യിലാണ്, നമ്മ മുന്നിൽ കാണുന്ന പോലെയാണ്, കൈ നീട്ടി ഇങ്ങനെ ചോദിക്കും. അപ്പൊ നമ്മളപ്പം എന്നിട്ട് ഇവിടെ കഴിക്കാനുള്ള ചെയ്യാതെ കൊണ്ടുവന്ന് കൊടുക്കൂട്ട. പാവം തോന്നുന്നു അങ്ങനെ ഇരുന്നിട്ട് പറയണ കാണുമ്പോഴേ. അടുത്തത് റെജി പോൾസൺ, സെന്റ് മേരീസ് ഹൈസ്കൂൾ. എൻ്റെ കമൻറ്റ് എന്താ വായിക്കാത്തത്? എന്നും കമൻറ്റ് വായന കേട്ട് നിരാശയോടുകൂടി കടന്നു പോകുന്നു. എന്നാലും നിങ്ങളുടെ സംസാരം കേട്ടിരിക്കുന്ന രസമാണ്, സ്നേഹം മാത്രം. ഇപ്പൊ വായിച്ചു. മഞ്ജു MD, നിങ്ങൾ രണ്ടുപേരും കൂടി വന്നാലേ വീഡിയോ കാണാൻ ഭംഗി. എന്താ വൈബ്, കുടിൽ വീഡിയോ എന്താ വൈബ്. ഡെയിലി വീഡിയോ കണ്ടില്ലെങ്കിൽ എന്തോ പോലെയാണ്, പാചകം അതിനേക്കാളും രസം. മികച്ച സംസാരം, ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. സന്തോഷം. വഹീദ ജലാൽ, ഡിസംബർ 30, 31, ജനുവരി 1 നല്ല വൈബാണ്. എൻ്റെ വീട് 5 ഫീറ്റ് റോഡ്. 5 ഫീറ്റ് റോഡാവും. ഇത് ഫോർട്ട് കൊച്ചിയിലാണ്, റോഡ് ഭാഗത്താണ്. നിങ്ങളെ ക്ഷണിക്കുന്നു. ഡിസംബർ ലാസ്റ്റിലാണ്ട് 30, 31, ജനുവരി 1 അങ്ങോട്ട് കടക്കാൻ പറ്റില്ലല്ലോ. റോഷ്നി, ഹായ് ഗുഡ് മോർണിംഗ്. അജു, സരിത, ജഗ്ഗു. വാഴപ്പിണ്ടിയും വാഴച്ചുണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ അമ്മ ഉണ്ടാക്കുമ്പോൾ അമ്മ കളയുന്ന നാര് മോതിരം പോലെ ഇരിക്കുന്നത്, അതെ നമ്മളിങ്ങനെ ഇങ്ങനെ 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 ആക്കാം, അങ്ങനെ ആക്കി വരുമ്പോൾ ശരിക്കും വിരലും വെച്ചിട്ടൊരു മോതിരം പോലെയാവത്. മോതിരം പോലെ ഇരിക്കുന്നത് ഞാൻ കയ്യിലിടുമായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ പാളയങ്കോടൻ മാത്രമേ ചുണ്ടും പിണ്ടിയും ഉപയോഗിക്കുന്നു, അതിൻ്റെയാണ് ഏറ്റവും ടേസ്റ്റ്, ഉപയോഗിക്കുമായിരുന്നുള്ളൂ. എൻ്റെ വീട്ടിൽ ധാരാളം പാളയങ്കോടൻ ഉണ്ടായിരുന്നു. നേന്ത്രവാഴയുടെ എല്ലാ ചുണ്ടും ഒടിച്ചു കളയുമായിരുന്നു. ചുണ്ട് എന്ന് പറയുന്നത് കൊടപ്പൻ. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ എല്ലാ വാഴയുടെയും ഉപയോഗിക്കുമായിരുന്നു. ഞാനിപ്പോൾ മസ്കറ്റിലാണ്. ഇവിടെ കിട്ടുന്ന ചുണ്ടിന് കയ്പാണ്. പിണ്ടി ചിലപ്പോൾ കിട്ടുന്നത് വേകാൻ വളരെ പാടാണ്. പ്രഷർ കുക്കറിൽ വെച്ച് എത്ര വിസിലടിച്ചാലും മയം വരില്ല. ചിലപ്പോൾ കിട്ടുന്നത് നല്ല മയത്തിൽ വേവും. എന്നാലും ഞാൻ വാങ്ങാറുണ്ട്. ചട്ടിയിലിട്ട് ചോറ് കഴിക്കുന്നത് കണ്ടപ്പോൾ നൊസ്റ്റാൾജിയ തോന്നി. ഞങ്ങൾ 5 മക്കളാണ്. നല്ല കറികൾ വെക്കുമ്പോൾ അമ്മയോട് ചട്ടി ബുക്ക് ചെയ്യും. പക്ഷെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അമ്മ തന്നെ കുഴച്ച് എല്ലാവർക്കും തരും. അതുപോലെ ഉണക്ക ചെമ്മീൻ ചമ്മന്തി ആക്കുമ്പോൾ ലാസ്റ്റ് കല്ലിൽ ചോറിട്ട് അതുപോലെ അമ്മ ഉരുട്ടി തരും. സൂപ്പർ ടേസ്റ്റ്. വായിൽ വെള്ളം വരാ ആലോചിക്കുമ്പോൾ. അതിന് വളരെ ടേസ്റ്റാണ്. ഇപ്പോൾ അമ്മ വയ്യാതായി, കട്ടിലിൽ തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അമ്മയും ചട്ടി എനിക്ക് തരുമായിരുന്നു. ഞാനാണ് ആദ്യത്തെ മരുമകൾ. ജഗ്ഗുവിൻ്റെ ക്ലാസ് തുടങ്ങി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ വീട്ടിൽ ചട്ടിയിൽ ഇട്ട് ചോറുന്നത് ഞാൻ മാത്രം തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് അവസാനം ഇപ്പോൾ ആരെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോട്ടോ, അപ്പോൾ 2-3 പേർക്കുള്ള കൂട്ടാൻ അതിലുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അമ്മോട് പറയും, ഇത് ആ കൂട്ടാൻ ബാക്കിയുള്ളവരൊക്കെ പിഞ്ഞാണത്തിൽ വിളമ്പി കൊടുത്തിട്ട് ആ ചട്ടി ഇങ്ങോട്ട് തരാൻ പറഞ്ഞിട്ട് ഞാൻ ആ ചട്ടിയിൽ ചോറിട്ട് മടക്കി തിന്നും. അത് പണ്ട് തൊട്ടിട്ടേ ചട്ടിയിലത്തെ ചോറിട്ട് മടക്കി തിന്നാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതിപ്പോഴും കാലങ്ങളായി തുടരുന്നു. ചട്ടിക്ക് അവകാശമുള്ളവർ കുറേ പേരുണ്ടല്ലോ ഓരോ വീടുകളിൽ. ബിന്ദു ധനജൻ, മഴ പെയ്യുമ്പോൾ കുടിലിരുന്ന് പാചകം ചെയ്യുന്നത് കാണാൻ എന്താ രസം. അജു മിക്ക വീഡിയോയിലും അമ്മയെക്കുറിച്ച് പറയാറുണ്ട്. ഇന്ന് കൂടുതൽ പ്രാവശ്യം പറഞ്ഞു. 2 പേരും കൂടി പഴയ കഥകളൊക്കെ പറഞ്ഞിരിക്കുന്നതും ഉണ്ണിപ്പിണ്ടിയും മുതിരയും ചാളക്കൂട്ടാനും കൂട്ടി ചോറിനതും എല്ലാം കണ്ടിട്ട് വളരെ ഇഷ്ടമായി. ക്യാമറാമാൻ എല്ലാം നന്നായി ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, അഭിനന്ദനങ്ങൾ. അടുത്തത് റഷീദ കറുത്തേടത്ത്.
ഞാൻ പലതും പറയും, കേൾക്കുന്നവർക്ക് മനസ്സിലാക്കണം. എൻ്റെ അജുവേട്ടാ നിങ്ങളൊരു സംഭവം തന്നെ, ചിരിക്കാനുള്ളൊരു വക എന്നും ഉണ്ടാവും. അല്ല, നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം നമ്മളെ എങ്ങനെയാണ് സംസാരിക്കാന്ന്. അപ്പൊ അതുകൊണ്ട് ആളുകൾ അതൊക്കെ സ്വീകരിച്ചു തുടങ്ങി. ക്ഷമിച്ചോളും. അതന്നെ, അത് ആ ധൈര്യത്തിലാണ് ഞാൻ പറയണത്. അല്ലാണ്ട് വേറെ വല്ലവരാണെങ്കിൽ ചിലപ്പോ ഇയാൾ എന്തൊരു തേങ്ങ പറയണത് അങ്ങനെ പറഞ്ഞിട്ട് കാണുന്നവർക്ക് ചിലപ്പോ അത് ശരിയാവില്ല. ഇയാളിത് എന്തിട്ടാ കാണിക്കുന്നത്, ഈ പെണ്ണുമ്പിള്ള എന്താ ഇങ്ങനെ പറയാന്നെ. ആ പാവ മനുഷ്യരെ ജീവി ഈ പെണ്ണുമ്പിള്ള കുറ്റം പറയാൻ മാത്രം വന്നിട്ടുണ്ടല്ലോ, പണിയൊന്നും എടുക്കാണ്ട് എന്ന് പറയും. ജെസ്സി ടാർസിസ്, വയറ് നിറച്ച് ചോറുണ്ട് നിങ്ങളുടെ വീഡിയോ കാണുന്നത് ഞാൻ, എന്നിട്ടും നിങ്ങളുടെ ഊണ് കണ്ടപ്പോൾ വായിൽ വെള്ളം വന്നു. ഞാൻ വെള്ളം വിഴുങ്ങിയപ്പോൾ എൻ്റെ മോൾ പറഞ്ഞു അജുവും സരിതയും കഴിക്കുന്നത് കണ്ട് അമ്മ കൊതി വിടുകയാണെന്ന്. ഞാൻ നാണിച്ചു പോയി. മോള് കണ്ടുപിടിച്ചു അല്ലേ. അടുത്ത ഉഷ ഷാജി, അജു മറ്റേ സാധനമല്ല, ന്യൂ ഇയർ ആണ്. ഇവിടെയുള്ളവരുടെ തൃശ്ശൂർ പൂരം പോലെയാണ് അത്. പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങളുടെ അവകാശം അങ്ങനെ പോയി കിട്ടി, ചട്ടിയിൽ ചോറുണ്ണുന്നത്. മറ്റേ സാധനം പറഞ്ഞത് ഈ കൊച്ചിയിലത്തെ മറ്റേതാണ് കത്തിക്കുന്നത്, മറ്റേ ഈ പാപ്പാഞ്ഞീനെ കത്തി. നമ്മള് ഈ തൃശ്ശൂർക്കാരുടെ ഒരു കുഴപ്പം, നമുക്ക് ഒരു വാക്ക് പറയാൻ കിട്ടില്ല. ആ മറ്റേ സാധനല്ലേ, മറ്റേ സാധനം അതന്നെ മറ്റേത്. അത് ശരിക്കും നമ്മുടെ ഇതില് കാണാം, റാംജി റാവുല്. മറ്റേ എടുക്കട്ടെ ഞാൻ, മറ്റേ സാധനം മറ്റേത് വാസ്കോഡ ഗാമ അവിടെ പണിയൊന്നും ഇല്ലാണ്ടിരുന്നപ്പോഴേ വെറുതെ വന്നില്ലേ അത്. റെയിൻബോ പ്ലാന്റർ, അജുവേട്ടൻ കഴിക്കുന്നത് കാണാനും സരിതേച്ചിക്ക് വാരി കൊടുക്കുന്നത് കാണാനും നല്ല സന്തോഷമാണ്. എൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞ് കിട്ടിയ പുതിയ പാത്രങ്ങളാണ് ഞാൻ കൂടുതലായി ഉപയോഗിച്ചത്. നമ്മൾ ഉപയോഗിച്ചിട്ട് മതി മാറ്റി വയ്ക്കൽ. എനിക്കും എൻ്റെ ഭർത്താവിനും അതാണ് ഇഷ്ടം. അടുത്ത് ജീനാനാഥ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ലേലും സരിത നല്ലതല്ലേ പറഞ്ഞു തരാറുള്ളൂ, അജുവേട്ടൻ അനുസരിക്കില്ലല്ലോ. ഞാനും വിചാരിച്ചു ഷീറ്റിൽ മണ്ണിട്ടാൽ ചുറ്റും അഴുക്കാവില്ലല്ലോ എന്ന്. എന്ത് രസമാണ് AC ബ്ലോക്ക് വെച്ചത്. അടുത്തത് മീന സതീഷ്, നല്ല വീഡിയോ. ഡയറക്ടറായ അജു വെള്ളം എന്നാണ് പറയുക എന്ന് സരിത പറഞ്ഞപ്പോൾ ഞാൻ എന്തും പറയും എന്ന് അജു. ആ ചേട്ടൻ വെള്ളം വള്ളം എന്ന് പറയുന്ന പോലെ. ബിന്ദു ധർമ്മരാജ്, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഗുഡ് മോർണിംഗ്. ഇവിടെ മുംബൈയിൽ മഴയും വെള്ളപ്പൊക്കവുമാണ്, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അപ്പോഴാണ് മനുഷ്യനെ കൊതിപ്പിച്ച് കൊല്ലാറാക്കി. ഇത്രയ്ക്കും വേണ്ടായിരുന്നു. ഇവിടെ മീൻ കിട്ടുന്നില്ല. മീൻ ഇല്ലെങ്കിൽ ആ മീൻ ചട്ടിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് വല്ലാതെ ആശിച്ചു പോയി. മുദ്രയുടെ കൂടെ എന്ത് വെച്ചാലും ഇഷ്ടമാണ്. അടുത്തത് ഇപ്പം അവിടെ ഓക്കെ എന്ന് തോന്നുന്നു, വെള്ളപ്പൊക്കം ട്രെയിനുകളൊക്കെ ഓടി തുടങ്ങി, എല്ലാം ഓക്കെ തുടങ്ങി. മുനീർ, 2020 വീഡിയോയെ പറ്റി ഓർത്ത് പറയണമെങ്കിൽ ആൾ ചില്ലറക്കാരനല്ലല്ലോ. ഇന്നലത്തെ കണ്ടന്റ് തന്നെ ഓർമ്മയില്ല. അതന്നെ എനിക്ക് തന്നെ ഓർമ്മയില്ല കേട്ടാ, ഏതൊക്കെ വീഡിയോ ഏതൊക്കെ. എല്ലാ ദിവസവും വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോഴേ ഒന്നും ഓർമ്മ കിട്ടില്ല. പാലടപ്പായസം മിനിഞ്ഞാന്ന് കമന്റ് വായന, അതുക്കും പിന്നിലേക്ക് പോകണമെങ്കിൽ സെർച്ച് ചെയ്യേണ്ടി വരും. എന്തായാലും ആള് സൂപ്പറാണ്. അതും ഡേറ്റ് പറഞ്ഞു, കൊല്ലം പറഞ്ഞു, അതിൽ ഇത്രാമത്തെ സമയം തൊട്ട് ഇത്രാമത്തെ മിനിറ്റ് വരെ എന്നും പറഞ്ഞു ആള്. അടുത്തത് സീനത്ത് MA, ഉണ്ണിപ്പിണ്ടി മുതിര നല്ല കോമ്പിനേഷൻ തന്നെ, നല്ല ടേസ്റ്റ് ആണ്. ഞങ്ങൾ ചിലപ്പോൾ ഉണക്കപ്പയറും ഇട്ട് വെക്കും. ഉണക്കപ്പയർ ഇട്ട് വെക്കും, നമ്മൾ പരിപ്പ് ഇട്ട് വെക്കും, പയറിട്ട് വെക്കും, മുതിര ഇട്ട് വെക്കും. മൂന്നും കടലിട്ട് വെക്കില്ല. കടലിട്ട് വെക്കില്ല, ഇത് മൂന്നും ഇട്ട് വെക്കും. കൊള്ളിട്ട് വെക്കും, കപ്പയില് അത് നല്ല ടേസ്റ്റാ. അത് പാളയംകോടൻ്റെ ആണെങ്കിൽ പറയണ്ട, നല്ല ടേസ്റ്റാ. വെറുതെ കട്ടൻ ചായയുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാം. എൻ്റെ ചെറുപ്രായത്തിൽ മുള്ളുവേലിയായിരുന്നു, അതിൻ്റെ മുള്ളെടുത്ത് ഉണ്ണിപ്പിണ്ടിയുടെ നാരെടുക്കുമായിരുന്നു. പഴയകാല ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി. ഇന്നത്തെ വീഡിയോ സൂപ്പർ. എല്ലാ വീട്ടിലും ഒരു ഇരിക്കുന്നുണ്ടാവും വളരെ മുള്ളായിട്ടുള്ള സാധനം. ഈ ഉണ്ണിപ്പിണ്ടിയും കൊടപ്പനൊക്കെ വെക്കുമ്പോ അത് എങ്ങനെയും ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഒരു വീട്ടില് ഈ ഉണ്ണിപ്പിണ്ടി, കൊടപ്പൻ, വാഴക്കൊടപ്പൻ അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവും. വാഴക്കല്ല ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ എങ്ങനെയും ഇതാക്കാനായിട്ട് ഇത് വേണം. ഇപ്പൊ അതില്ലാണ്ടായി. വായിച്ചോ. നാസർ അഹമ്മദ്, ഒരു ദിവസം പഴകിയ ചാളക്കൂട്ടാൻ, അതായത് തലേന്നത്തെ ചാളക്കൂട്ടാൻ കറി ചട്ടിയിൽ ചോറ് ഇട്ട് തിന്നുമ്പോൾ കിട്ടുന്ന രുചി ലോകത്തിൽ ഒരു ഹോട്ടലിലും കിട്ടില്ല. സത്യമായിട്ടും പറയട്ടെ അജു, അവിടെ ഇരുന്ന് ഉരുട്ടി തിന്നപ്പോൾ എൻ്റെ വായിൽ വെള്ളം മുറുകയായിരുന്നു. അവിടെ മുതിരയും ഉണ്ണിപ്പിണ്ടിയും ഒന്നുമേ അല്ല. അജു സരിതയും കൂടി ഇങ്ങനെ വല്ലാതെ കൊതിപ്പിക്കല്ലേ മക്കളെ. ഇപ്പോഴത്തെ ചാള ഇപ്പൊ കിട്ടുന്നത്. അടുത്ത് വിനോദിനി KP, അജു കഴിക്കുന്നുണ്ട് വെള്ളം ഇറക്കി എൻ്റെ വയറ് നിറഞ്ഞു. എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി. എൻ്റെ വീട്ടിലും ചട്ടിയിൽ ചോറിട്ട് പരട്ടി ഇങ്ങനെ അമ്മ തരും. മായാദേവി, ഒന്ന് സത്യമാണ് സരിത, നിങ്ങൾ രണ്ടുപേരും കൂടിയാലേ വീഡിയോ പൂർണ്ണമാവൂ, ഭംഗിയുള്ളതാവൂ കേട്ടോ. സരിത ഒരു അവിഭാജ്യ ഘടകമാണ് കേട്ടോ. ഒന്നും പറയാതെ. അതിപ്പോ
ഇതിലിപ്പോ ഈ വലിപ്പ ചെറുപ്പങ്ങളൊന്നും ഇല്ല. അല്ല ഈ സരിതയ്ക്ക് മുൻതൂക്കം അങ്ങനെയല്ല പറഞ്ഞേ, ഞാനില്ലാത്ത വീഡിയോ ആവുമ്പോ മൊത്തത്തിൽ ചേട്ടനും ഒന്ന് ഡൗൺ ആവുമല്ലോ. കാരണം ചേട്ടൻ സംസാരിച്ചോണ്ടിരിക്കും, സംസാരിക്കണ്ടെങ്കിൽ അതിനെ എതിർക്കാനോ അതിനിടയിൽ എന്തെങ്കിലും കൊനിഷ്ട് പറയാനോ ആളില്ലല്ലോ. ഞാനപ്പൊ എന്തെങ്കിലും ഇടയിൽ കയറി പറയുമ്പോ അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരങ്ങൾ വരുമ്പോഴാണ് വീഡിയോ രസാവുള്ളൂന്ന്. അതാണ്. സപ്ന KK, ഇങ്ങനെ ഒന്നും ചെയ്യരുത് അജു, അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും നിങ്ങളുടെ വീഡിയോയ്ക്ക് അഡിക്റ്റ് ആണ്. പോരാഞ്ഞിട്ട് ചട്ടിയിൽ ചോറിട്ട് കൊതിപ്പിക്കലും വായിൽ വെള്ളം വന്ന് ഇറക്കിയവർ എത്ര പേരുണ്ടാകും? ഞാൻ കഴിക്കാറുണ്ട് ഇങ്ങനെ. പണ്ടൊക്കെ ചട്ടി കിട്ടുന്നവർ ഭാഗ്യവാന്മാർ. ചോറിട്ട് തിന്നാൻ കണ്ണൂരിൽ ഇതിന് വാഴക്കാമ്പ് എന്നാണ് പറയുക. ഞങ്ങൾ ആദ്യം കഴുകിയിട്ടാണ് മുറിക്കുക. മുറിച്ചിട്ട് കഴുകിയാൽ അതിന്റെ ഗുണം പോവും എന്ന് പറയുന്നു. മുതിര മഴക്കാലത്ത് നല്ലതാണ്, തണുപ്പ് പിടിക്കില്ല. കുട്ടികൾക്ക് മുതിര സൂപ്പ് ഉണ്ടാക്കാറുണ്ട്. എല്ലാം കൊണ്ട് ഇന്നത്തെ വീഡിയോ സൂപ്പർ. ഇങ്ങനെ ചെയ്യല്ലേ എന്ന് വീണ്ടും പറഞ്ഞേക്കാണ്. ഇനി ദയവച്ച് ഇതിങ്ങനെ ചെയ്യല്ലേ, ഇത്ര ക്രൂരത ഞങ്ങളോട് കാണിക്കല്ലേ എന്ന്. അത് നമ്മുടെ നാട്ടിലുള്ളവർക്കല്ല ഭയങ്കര ഇതല്ല. ഞാൻ എപ്പോഴും വിചാരിക്കും, പണ്ടായാലും ഇപ്പൊ ഈ ചട്ടിന്ന് മീൻ കൂട്ടാൻ നമ്മള് കിണ്ണത്തിലേക്ക് ചോറിലേക്ക് ഇട്ടിട്ട് കുഴച്ചുണ്ണുമ്പോ ആ ടേസ്റ്റ് അല്ലാന്നേ ചട്ടിയിലിട്ട് പരട്ടുമ്പോ. അത് ശരിയാ, സെയിം കൂട്ടാൻ സെയിം ചോറ്. പക്ഷെ എന്താണ് ഈ ചട്ടിയിലിട്ട് പരട്ടുമ്പോ ഈ കൂട്ടാൻ ടേസ്റ്റ് മാറ്റം വരുന്നത്? ഇരട്ടിയാണ് വ്യത്യാസം വരുന്നത്, ഇരട്ടി ടേസ്റ്റ് ആണ് വരുന്നത്. മുതിര ശരിയാ, വേനൽക്കാലത്ത് അധികം കഴിക്കാൻ പാടില്ല എന്ന് പറയും, ചൂടാന്ന് പറയും. തണുപ്പ് കാലത്ത് നല്ലതാന്ന് പറയാം. അടുത്ത അലീന സിജോ, എനിക്ക് കിച്ചണിൽ കയറിയ നിങ്ങളുടെ വീഡിയോ കാണണം, അല്ലെങ്കിൽ കുക്കിംഗ് എല്ലാം വളരെ സ്ലോ ആയിരിക്കും. ഫ്രാങ്കി JOD, അജു ചേട്ടന് ഫോർട്ട് കൊച്ചിയിൽ വരുന്നു. ഞാൻ കുമ്പളങ്ങിയിലാണ് വീട്. ഞങ്ങൾ വരുന്നുണ്ട്, വരണം. വിളിച്ചിട്ടുണ്ട്. ജിജി സാബു, ഉച്ചയ്ക്ക് ഫുഡ് പോലും കഴിക്കാൻ പറ്റിയില്ല, ഹോസ്പിറ്റലിലാണേ. ആ സമയത്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പപ്പായ തീറ്റ, കൊതി വന്നു. ഹോസ്പിറ്റലിലാണ്, ഹോസ്പിറ്റലിൽ വെച്ചിട്ടപ്പോ ഇത് കാണുന്ന നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ എന്താ പറ്റിയാവോ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണോ അതോ ഡോക്ടറെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയതാണോ എന്നറിയില്ല. അടുത്ത ഒരു പ്രവാസി 29:37, സത്യം പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര ആഗ്രഹമുണ്ട് അജുവേട്ടൻ നാടകം ഡയറക്റ്റ് ചെയ്യുന്നത് കാണാൻ. ചിരിച്ച് മടുക്കുമായിരിക്കും അല്ലേ? അല്ലെങ്കിൽ നാടകം കാണുന്നതിനേക്കാൾ റിഹേഴ്സൽ ക്യാമ്പിലേക്ക് വന്ന് ചിരിച്ചാവും. നമ്മുടെ റിഹേഴ്സൽ ക്യാമ്പ് കേട്ടാ ചേട്ടൻ ഡയറക്റ്റ് ചെയ്യണത്. വേറെ ഓരോരുത്തരൊക്കെ ചെയ്യണ അവിടേക്ക് പോയി പേടിയാവും. നമുക്ക് കാണാൻ ആ റിഹേഴ്സൽ കാണാതിരിക്കുമ്പോ നമുക്ക് ടെൻഷൻ വരും. ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കണ ഈ ഡയറക്ടർ വിചാരിച്ച പോലെ തന്നെ വരണം. ഒരു കുത്തും കോമി വരും മാറാൻ പാടില്ല. ആ പറയുമ്പോ ആള് വരച്ചുണ്ടാവും, ആ വരയെ കൂടെ തന്നെ നടന്നിട്ട് വേണം ഡയലോഗ് പറയാൻ. ആ സമയത്ത് മുഖത്തെ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കണം, കൈ എങ്ങനെയായിരിക്കണം, കാലെങ്ങനെയായിരിക്കണം, കണ്ണ് എങ്ങനെയായിരിക്കണം, പറയണ ഡയലോഗ് ഡെലിവറിയുടെ മോഡുലേഷൻ എങ്ങനെയായിരിക്കണം ഒക്കെ അതേപോലെ വരണം. അതിലെവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല പൂര തെറിയേക്കും. അത് എത്ര പേര് അവിടെ ഇരിക്കുന്നുണ്ടോ അതൊന്നും ഡയറക്ടർക്ക് വിഷയമില്ല. അങ്ങനത്തെ ഡയറക്ടർ അപ്പൊ അങ്ങനത്തെ ഡയറക്ടർമാരുണ്ട് അവിടെ അക്കാദമിയില്. അവർക്കൊക്കെ ഭയങ്കര പേരെടുത്ത ഡയറക്ടർമാരാട്ടാ. ചേട്ടൻ്റെയും പ്രേമേട്ടൻ്റെയും നാടകത്തിൽ അഭിനയിക്കാനായിട്ട് അവിടെ അടിയ ആൾക്കാർ ഇഷ്ടമല്ലാവർക്കും വരാനായിട്ട്. കാരണം ഭയങ്കര സമാധാനം. പ്രേമേട്ടൻ പറയും, എന്തിനാണ് നമുക്ക് അല്ലാണ്ട് തന്നെ കുറേ ടെൻഷനും പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ ഇടയിൽ സന്തോഷം കിട്ടാനാണ് നമ്മൾ, അല്ലാണ്ട് ഇതിൽ നമുക്കൊരു 10 പൈസ വരുമാനമില്ല, സന്തോഷം കിട്ടാനാണ് നമ്മൾ ഇതിൽ അഭിനയിക്കാൻ വരുന്നത്. അപ്പം നമുക്ക് ഇവിടെ നിന്നും കൂടി ടെൻഷൻ ആയി കഴിഞ്ഞാൽ എങ്ങനെയാ? അപ്പം അത് വേണ്ട, നമുക്ക് സമാധാനം. ചിലപ്പോൾ ഇവര് ഇവിടെ അഭിനയിച്ച് വേറെ തകർക്കുന്ന സമയത്താവും ഞാൻ ചോറ് വയ്ക്കുന്നുണ്ട് അവിടെ പോയിട്ട്. കാരണം നമ്മളൊക്കെ ഐഡിയകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അവരെ സ്വാതന്ത്ര്യമാണ് നമുക്ക് കുറേ കൊടുക്കുക. അല്ലാണ്ട് ഞാൻ അഭിനയം പഠിപ്പിക്കുമ്പോൾ എൻ്റെ പോലെ വരില്ലോ, ഒക്കെ ഞാൻ തന്നെ ആയിരിക്കും. ശരിയല്ലേ? കുറേയൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ പിന്നെ അവരെ ഐഡിയയില് അവർക്ക് നല്ല സ്വാതന്ത്ര്യം കൊടുക്കും നമ്മുടെ അഭിനേതാക്കൾക്ക്. റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ, ചില മക്കളെ നോക്കി വളർത്തുന്നതിന് പകരം വാഴ വെച്ചാൽ ഉപകാരമായെന്നാകും വാഴ. ശരിയാണ് കേട്ടാ. അത് നിന്നൊക്കെ അങ്ങനെ പറയില്ലേ, ജനിപ്പിച്ച നേരം മതിയായിരുന്നു അങ്ങനെ. അപ്പൊ അതിനേക്കാള് അപ്പൊ വാഴ ഉപകാരം ഉണ്ട് അർത്ഥം. പക്ഷെ പിന്നെ വാഴന്ന് വിളി വന്നു തുടങ്ങി. അല്ല, വാഴ എന്ന് ആളുകളെ വിളിച്ചു തുടങ്ങി. അതായത് ഒന്നിനും കൊള്ളാത്തവന്മാരെ വാഴന്ന് വിളിക്കുക അങ്ങനെ. അടുത്തത് റെജി പോൾസ്, സെന്റ് മേരീസ് ഹൈസ്കൂൾ,
അജു നല്ല മനുഷ്യനാ, സരിത നല്ല മിടുക്കിയ, ജഗ്ഗുമോൻ പാവം, കുടുംബം പുലർത്താൻ നല്ല മിടുക്കരും, ദൈവരക്ഷിക്കും, സ്നേഹം മാത്രം. രാസി ലുലു, അജു ചട്ടിയിൽ ചോറിട്ട് നിന്ന് കൊതിപ്പിച്ചു. ഞങ്ങൾക്ക് ഷുഗർ വന്നാൽ അജു ആണ് ഉത്തരവാദി. കൊല്ലും ഞാൻ, കൊതിയാകുന്നു, അടുക്കളയിൽ ഒരു ചട്ടി ഉണ്ടെന്നു. ഇതിൽ തന്നെ മുഴുവെടുത്താണ് ചേട്ടൻ കമന്റ്സ്. ചട്ടിച്ചോറ് അത് വികാരമാണ്. മല്ലിക രവീന്ദ്രൻ, അവിടെ വന്നൊരു ഊണ് കഴിച്ചാലോ എന്ന് ചിന്തിക്കുന്നു. ചിന്തിച്ച് അവിടെ ഇരിക്കി. ഷംസിയ, ഞാൻ വിചാരിച്ചു ഈ പത്രത്തിൻ്റെ കാര്യം വീഡിയോയിൽ പറഞ്ഞപ്പോൾ സരിത മുന്നേ പറഞ്ഞ കാര്യം. നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും പ്രേക്ഷകർ എത്ര ശ്രദ്ധയോടെയാണ് കാണുന്നത്. പത്രമല്ല, പാത്രം. ഈ പാത്രത്തിൻ്റെ കാര്യം വീഡിയോയിൽ പറഞ്ഞപ്പോൾ സരിത മുന്നേ പറഞ്ഞ കാര്യം. നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും പ്രേക്ഷകർ എത്ര ശ്രദ്ധയോടെയാണ് കാണുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ സംസാരം കേൾക്കണം. അടുത്തത് വ്ളോഗ്സ്. വായിന്ന് വെള്ളം വന്നിട്ട് ഒരു രക്ഷയില്ല. എവിടെ നിന്ന് ഒരു ചട്ടി കിട്ടും ചോറിട്ടുണ്ണാൻ. ഞാൻ ഓടി അടുക്കളയിൽ പോയി മീൻ വെച്ച് ചൂടാറാത്ത ചട്ടി പതുക്കെ മീൻ എടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റി ആ ചട്ടിയിൽ ചോറുണ്ട് കൊതി തീർത്തു. അപ്പം തന്നെ വെച്ച ചട്ടി എടുത്തിട്ട്. പക്ഷെ ആ ടേസ്റ്റ് കിട്ടില്ല. പിറ്റേ ദിവസം കിട്ടണം. തലേദിവസത്തെ മീൻ കൂട്ടാൻ്റെ ചട്ടിയാവണം. അപ്പോഴാണ് ഒരു പ്രത്യേക സ്മെല്ല്, ഒരു മണം കൂടിയും ഈ ചട്ടിയിൽ ഇരുന്നിട്ട് അതിന് കിട്ടും ആ കൂട്ടാനിലേക്ക്. അടുത്തത് രേഷ്മ നരോത്തമൻ, എൻ്റെ നാടും ഫോർട്ട് കൊച്ചിയാണ്, പക്ഷേ ഞങ്ങളിപ്പോൾ ജോലി സംബന്ധമായി വയനാടാണ്. ഞങ്ങളുടെ നാട് വല്ലാതെ മിസ് ചെയ്യുന്നു. ഞങ്ങളുടെ ഫോർട്ട് കൊച്ചി എറണാകുളം. ഗീതാ ചന്ദ്, ഇന്ന് ശരിക്കൊരു കാര്യം മനസ്സിലായി. അജുവിന് മീശയില്ലാത്തതിൻ്റെ രഹസ്യം. പണ്ട് എൻ്റെ അമ്മ പറയും, ആണുങ്ങൾ മീൻചട്ടിയിൽ ഭക്ഷണം കഴിച്ചാൽ മീശ മുളക്കില്ല എന്ന്. മനസ്സിലായില്ലേ? അതെ, ഇനി കാര്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല, കഴിഞ്ഞു. വത്സമ്മ മാത്യു, സരിത പറയുന്നതെല്ലാം ശരിയാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. നല്ലൊരു കുട്ടിയാണ് സരിത. അജുവിന് ദേഷ്യം വന്നോ? ഇല്ല കേട്ടോ, നല്ല ഇഷ്ടമാണ് അജുവിൻ്റെ വർത്തമാനം. അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാൻ നല്ലതാന്ന് പറഞ്ഞാൽ ചേട്ടൻ ദേഷ്യമൊന്നും, അല്ലെങ്കിൽ ചേട്ടൻ നല്ലതാന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരില്ലൊന്നുമില്ല കേട്ടാ. അടുത്തത് ഷേർലി ബേസിൽ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് പാർക്കിംഗ് ഏരിയ. 30-25 ഇടയ്ക്ക് വരണം. അത്രയ്ക്ക് ഭംഗിയാണ് കാണാൻ. ഫോർട്ട് കൊച്ചിയിലത്തെ പാർക്കിംഗ് ഏരിയ ഇവർ അവിടുത്താണെന്നാണ് പറയുന്നത്. നമ്മള് അപ്പൊ ഈ മറ്റേ ന്യൂ ഇയറിന്റെ ടൈമിൽ നമ്മൾ വരാണെങ്കിൽ ഇവരെ വീടിന്റെ അടുത്താണെന്നാണ് പറഞ്ഞത്. ഇത് കോട്ട് വായിരുന്നല്ലോ. ഞാനത് ഒളിച്ചു വെച്ചിട്ടാകുമ്പോ ചേട്ടനത് പരസ്യമാക്കി. അടുത്തത് ജിനി പ്രശാന്ത്, സരിത പറയുന്ന കാര്യങ്ങൾ എനിക്കും കൂടെ ബോധ്യപ്പെട്ടാൽ ഞാൻ ചെയ്യും എന്ന് പറയൂ അജു. അതല്ലേ ശരിക്കും നടക്കുന്നത്. സരിത ഉണ്ണിപ്പിണ്ടി വട്ടത്തിലരിഞ്ഞതിന് ശേഷം ഒരു ചോപ്പറിലിട്ട് ഈസിയായി പൊടിയായി അരിയാൻ പറ്റും. പക്ഷെ എൻ്റെ ചോപ്പർ കേടായി. അതാ ചോപ്പർ ഇപ്പോൾ ഒരു 2-3 ഞാൻ വാങ്ങിക്കണം. ആ ചരട് ഇങ്ങനെ വലിക്കില്ലേ, അപ്പോൾ അത് സ്റ്റക്കായി നിൽക്കുക. അപ്പോൾ പുതിയത് വാങ്ങിച്ചതാ, പക്ഷെ എന്നിട്ടും സ്റ്റക്കായി നിൽക്കുക. അത് റേറ്റ് കൂടുതലിൻ്റെ വാങ്ങിച്ചു നോക്കി ഞാൻ, എന്നിട്ടത് ശരിയാവില്ല. വേറെ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ അമർത്തണതില്ലേ, അത് വാങ്ങിക്കണം. ട്രഡീഷണൽ രീതിയിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തന്നെയാകാം. ഞാൻ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോ ഓണാക്കി വെച്ചിട്ടാണ് കാണുക. അതുകൊണ്ട് പല സമയത്തും കമൻറ്റ് ഇടാൻ പറ്റാറില്ല. കാഴ്ച മാത്രമേ നടക്കാറുള്ളൂ. ഇന്ന് കുറച്ച് ഫ്രീ ടൈം കിട്ടിയത് കൊണ്ട് ഒരു കമൻറ്റ് ഇടാൻ പറ്റിയെന്ന് മാത്രം. വീഡിയോ എല്ലാം സ്ഥിരമായി കാണാറുണ്ട്. അടുത്ത ബന്ധുക്കളോട് എന്ന പോലെ ഒരു ഇഷ്ടം നിങ്ങളോട് എപ്പോഴും തോന്നാറുണ്ട്. സ്നേഹത്തോടെ ജിനി പ്രശാന്ത്, ചെന്നൈ. സന്തോഷം. അടുത്തത് സുനിത വിജയൻ, അത് സരിത പറഞ്ഞ സത്യം തന്നെ. ഈ ചാനൽ സ്ഥിരമായി കാണുന്നവർക്ക് ജഗ്ഗു നമ്മുടെ വീട്ടിലെ കുട്ടി തന്നെയാണ്. അവന് വരുന്ന ഓരോ മാറ്റവും ഞങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹം ആ മോന് കിട്ടും. മോൻ പഠിച്ച് വളരെ ഉയരത്തിലെത്തട്ടെ എന്ന് ആശീർവദിക്കുന്നു. ഗോഡ് ബ്ലസ് യു. സന്തോഷം. ജഗ്ഗു ഇത്രയ്ക്ക് വന്ന കുട്ടിയായിട്ടിരിക്കുമ്പോൾ ഇട്ടിട്ട് വന്നാണല്ലോ ചാനലിലെ. ഒരു സ്കൂട്ടർ കണ്ട് വരുന്നുണ്ട്. അടുത്തത് സീബ MS, നായ്ക്കൾക്ക് മാത്രമായി 2 പഴയ കസേര ഇട്ട് കൊടുക്കുക. അതുങ്ങൾക്ക് തണുത്തിട്ടായിരിക്കും, കൊതുകും കടിക്കും. ഒരു സജഷൻ പറഞ്ഞതാണ്. അതിന് നമ്മൾ കസേര ഇട്ട് കൊടുത്ത് ഇന്ന സ്ഥലത്തൊന്നും ഇരിക്കുന്നില്ല. ചിലപ്പോൾ അവർ തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കസേര ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണുള്ള ഒരു പ്രശ്നം. ഇന്നത് നമ്മൾ ഒരു ചാക്ക് വിരിച്ചിട്ട് കൊടുത്ത് നിൽക്കുക, ആ ചാക്കിൽ കിടക്കണമെന്നില്ലേ. ആ ചാക്ക് പിറ്റേ ദിവസത്തേക്ക് കടിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഈ വെള്ളത്തിൽ കൊണ്ടിടും. ഇമ്രാന്റെ പണിയത് ചവിട്ടിയിട്ട് കൊടുക്കും. നമ്മൾ ചവിട്ടിയിൽ കിടന്നോട്ടെ, പഴയ ചവിട്ടികളുണ്ടല്ലോ, അപ്പം അത് കഷ്ണാക്കും. അങ്ങനെ എത്ര ചവിട്ടികളെ കഷ്ണാക്കി മുറിച്ച് കളഞ്ഞ് ചാറിലയിൽ കിടന്നോളും. പക്ഷെ ഇമ്രാൻ അതിന്റെ അറ്റം മൂലൊക്കെ കടിച്ചോണ്ടില്ലേ, കിടന്നുകൊണ്ടിരിക്കുമ്പോ കടിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇമ്രാൻ. അതായത് എന്ത് മോഹൻലാലിന്റെ സ്വഭാവമാണ്. ചെയ്യണ്ട എന്ന് പറഞ്ഞത് ചെയ്യുള്ളൂ. അടുത്ത ഏകാന്തം ഈ തീരം. ഓർമ്മകളുടെ പുസ്തകത്തിൽ ഇന്നും ഒരു മയിൽപ്പീലി തുണ്ട് പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ ആദ്യത്തെ കോളേജ് ദിനം.
ഓക്സ്ഫോർഡ് കോളേജിന്റെ ആ വലിയ ക്ലാസ് മുറിയിൽ പരിചിതമല്ലാത്ത മുഖങ്ങൾക്കിടയിൽ ഒരു അന്യഗ്രഹ ജീവിയെ പോലെ പകച്ചു നിന്ന നിമിഷം ഇപ്പോഴും മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്നു. ചുറ്റുമുള്ളവരുടെ ബഹളങ്ങൾക്കും അപരിചിതത്വത്തിനുമിടയിൽ ശ്വാസം മുട്ടുന്ന പോലെ തോന്നിയപ്പോൾ മനസ്സ് മുഴുവൻ ഒരൊറ്റ മുഖം മാത്രമായിരുന്നു, എൻ്റെ ഏട്ടൻ. ക്ലാസ് കഴിഞ്ഞ ഉടൻ ആശ്വാസത്തിൻ്റെ ഒരു തീരമെന്നോണം കോളേജിന് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഏട്ടൻ. ആ മുഖം കണ്ട മാത്രയിൽ എല്ലാ ഭയങ്ങളും സങ്കടങ്ങളും മറന്ന് ഞാൻ ഏട്ടൻ്റെ അരികിലേക്ക് ഓടിയെത്തി. ആ നെഞ്ചിലേക്ക് വീഴുമ്പോൾ മാത്രമാണ് എൻ്റെ ശ്വാസം നേരെ വീണത്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇടം അതായിരുന്നു. എന്നെ നെഞ്ചോട് ചേർത്ത കൈകൾ പൊതിഞ്ഞു പിടിച്ച് എൻ്റെ കവളുകളിൽ തുരുതുരാ ഉമ്മ തരുമ്പോൾ ഏട്ടൻ്റെ കണ്ണുകളിൽ എനിക്കുള്ള സ്നേഹവും കരുതലുമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. യുവർ ലൈഫ് ഈസ് സ്റ്റാർട്ടിങ് നൗ, മേക്ക് ഫുൾ യൂസ് ഓഫ് ഇറ്റ്, പ്രോമിസ് മീ. എൻ്റെ കാതുകളിൽ ഏട്ടൻ മന്ത്രിച്ച ആ വാക്കുകൾ വെറുമൊരു ഉപദേശമായിരുന്നില്ല, എൻ്റെ ജീവിതത്തിൻ്റെ ദിശ മാറ്റിക്കുറിച്ച ഒരു മന്ത്രമായിരുന്നു അത്. തളർന്നു പോകരുതെന്നും മുന്നോട്ടുള്ള ഓരോ ചുവടും ലക്ഷ്യബോധത്തോടെ ആയിരിക്കണമെന്നുമുള്ള ആ ഓർമ്മപ്പെടുത്തൽ എൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി. ഏട്ടൻ്റെ ആ നെഞ്ചിൽ കിടന്ന് കണ്ണീരോടെ ഞാനെന്നൊരു വാക്ക് കൊടുത്തു, തീർച്ചയായും ഞാൻ എൻ്റെ ജീവിതം വിജയകരമാക്കി മാറ്റുമെന്ന്. വർഷങ്ങൾക്കിപ്പുറം തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായി ഞാൻ കാണുന്നത് മറ്റേതെങ്കിലും വലിയ വിജയങ്ങളല്ല, മറിച്ച് അന്ന് എനിക്ക് പ്രിയപ്പെട്ട ഏട്ടന് നൽകിയ ആ വാക്ക് എനിക്ക് പാലിക്കാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ്. ജീവിതത്തിൽ പ്രതിസന്ധികളും തളർച്ചകളും ഉണ്ടായപ്പോഴൊക്കെയും എന്നെ മുന്നോട്ട് നയിച്ചത് ഏട്ടൻ്റെ ആ ആലിംഗനത്തിൻ്റെ ചൂടും തന്ന വാക്കുമാണ്. ആദ്യ ദിനത്തിലെ ആ അന്യഗ്രഹ ജീവിയെ പോലെയുള്ള ഭയത്തിൽ നിന്നും ഇന്ന് ഞാൻ എത്തി നിൽക്കുന്ന ഈ സ്വയം പര്യാപ്തതയിലേക്കുള്ള ദൂരം ഏട്ടൻ തന്ന ആത്മവിശ്വാസത്തിൻ്റെ ഫലമാണ്. എന്നെ ഞാനാക്കിയ, എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ ഏട്ടന് ഞാൻ നൽകിയ ആ വാക്ക് ഒരു നിയോഗം പോലെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞതിനേക്കാൾ വലിയൊരു സന്തോഷവും സംതൃപ്തിയും ഈ ജീവിതത്തിൽ എനിക്കിനി വേറെ നേടാനില്ല. ആ ഓർമ്മകൾ ഇന്നും എൻ്റെ ഹൃദയത്തെ നനയിച്ചുകൊണ്ടേയിരിക്കുന്നു. നല്ല കമന്റ് ആയിട്ടില്ലേ. നമ്മുടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കുന്ന ഓരോ ആളുകളൊക്കെ ഉണ്ടാവും, അവർ നമ്മൾ ഒരു കാലത്തും മറക്കില്ല അല്ലേ. അതുപോലെ മായ രാജേഷ്, അജുവേട്ട സരിത അത് മഞ്ഞക്കിളിയാണ്, ഇവിടെ മുംബൈയിലും ഏപ്രിൽ മാസത്തിൽ കാണാറുണ്ട്, നമ്മുടെ ഗാർഡനിൽ വരും, നല്ല രസമാണ് എൻ്റെ കുറുകൽ കേൾക്കാൻ. ശരിയാന്ന് നമ്മൾ പാചകം ചെയ്യുമ്പോൾ നീ ആ ഒരു സൗണ്ട് കേട്ടില്ലേ? ഇപ്പോഴും ഇവിടെ ഉണ്ട്, ഓരോ കിളികളുടെ ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കും, പക്ഷെ കാണില്ല ഇവർ എവിടെ ഇരിക്കണേന്ന് കാണില്ലേ, ശബ്ദം മാത്രം ഇങ്ങനെ കേൾക്കുള്ളൂ ഇലകളുടെ ഇടയിൽ. വിനീത മാർക്സ്, നിങ്ങൾ കഴിഞ്ഞ തവണ ഈ കറികൾ തന്നെയാണ് ഉണ്ടാക്കിയത്, കാരണം നെക്സ്റ്റ് ഞങ്ങൾ പൊതിച്ചോറ് കെട്ടേണ്ട സമയം വന്നപ്പോൾ ഞാൻ കാളനാണ് ഉണ്ടാക്കിയത്, കൂടെ പയറും കായും തേങ്ങാ ചമ്മന്തി ഓംലെറ്റ് ആണ് വെച്ചത്, അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്കത് ഉണ്ടാക്കുമ്പോൾ ഓർമ്മ തോന്നി. പൊതിച്ചോറ് കൊടുത്തു തുടങ്ങുന്ന കാലം മുതൽ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ചാറുകറി ചോറിൽ ഒഴിച്ചു കൊടുക്കരുത് എന്നാണ്. ഇവിടെ അല്ല ചേട്ടൻ്റെ അവിടെ സീമ ചേച്ചി എല്ലാ വട്ടവും മറ്റേ ഉരുളക്കിഴങ്ങ് സബോള നല്ല കുറ് ഇങ്ങനെ ഒഴിച്ചു പോവാത്ത വിധത്തിൽ കട്ടിയിൽ ചേച്ചി എപ്പോഴും വെക്കാറ്. നമുക്കിപ്പോൾ ഇപ്പൊ കൊടുത്ത ആൾക്ക് തന്നെ ആവണം എന്നില്ലല്ലോ, പിന്നെ അതുകൊണ്ട് സെയിം കറിയായാലും പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ കട്ടിയിൽ വെക്കാൻ പറ്റിയ കറി എന്നാൽ ചോറ് കൂട്ടി ഉണ്ണും വേണം, അതിനേതാന്ന് ആലോചിച്ചപ്പോഴാണിത്. പിന്നെ നമുക്ക് വേണേൽ പാത്രത്തിലാക്കി വെക്കാം, ആക്കണം. അതുകൊണ്ട് ചാറുകറി കഴിവതും ഞങ്ങൾ ഉണ്ടാക്കാറില്ല, അഥവാ ഉണ്ടാക്കിയാൽ കവറിൽ വേറെ ആക്കി കൊടുക്കും. അല്ലെങ്കിൽ സെമി ഗ്രേവി ടൈപ്പ് കറികൾ, തക്കാളി റോസ്റ്റ്, കുറുക്ക് കാളൻ, തീയൽ അങ്ങനെയുള്ളവ. അതുപോലെ നോൺ എപ്പോഴും സെപ്പറേറ്റ് ആണ് ഞങ്ങൾ പൊതിയുന്നത്. ഒരു തവണ ക്രിസ്മസിൻ്റെ അന്നേരം പൊതിച്ചോറ് കെട്ടേണ്ടിരുന്ന അന്ന് ചെറു പൊതികൾ കെട്ടി ഞാൻ അവശതയായി. ഈ പൊതിച്ചോറ് കൊടുത്തു കഴിയുമ്പോൾ ഒരു സന്തോഷവും ഒരു മാനസിക സംതൃപ്തിയും ഉണ്ട്. അത് ശരിയാ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു ആശ്വസിക്കലുണ്ട്, അത് പൊതിയൊക്കെ കഴിഞ്ഞു ഒരു ഭയങ്കര സംതൃപ്തി, അത് അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന കാണാനായിട്ട്. പിന്നെ അവർ കൊണ്ടുപോകുമ്പോൾ മനസ്സ് നിറഞ്ഞു നമുക്ക്. അതെ. അടുത്തത് ഷാജിർ പയ്യമ്പാടി. ഹായ് അജു ചേട്ടാ, സരു ആൻഡ് ജഗ്ഗു, എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലൊരു ദിവസം നേരുന്നു. മനസ്സിനും കണ്ണിനും കുളിർമയേകിയ ഒരു മനോഹര വ്ളോഗ് കൂടി കാണാൻ പറ്റി. എത്ര കരുതലോട് കൂടിയാണ് ഭക്ഷണം പാകം ചെയ്ത് പൊതിച്ചോറാക്കിയത്, നല്ലത് വരട്ടെ. അതുപോലെ പുതിയൊരു അധ്യായത്തിലോട്ട് കടക്കുന്ന ജഗ്ഗു മോൻ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു, നന്നായിട്ട് പഠിച്ചു വരൂ. തിരക്കിനിടയിൽ സരു കേൾക്കാതെ പോയ മറ്റൊരു തമാശ കൂടെ ഉണ്ടായിരുന്നു. നാക്ക് പിഴ, അരിക്ക് ചോറിടാൻ, ചോറിന് അരിയിടാൻ എന്നാണ് ഉദ്ദേശിച്ചത്. ഇതൊന്നുമില്ലാതെ എന്താ വ്ളോഗ് അല്ലേ അജു ചേട്ടാ. എന്തായാലും മനസ്സിന് നല്ല സന്തോഷം തോന്നി. രാവിലെ തന്നെ സ്നേഹത്തോടെ ഖത്തറിൽ നിന്നും ഷാജിർ, താമരശ്ശേരി, കോഴിക്കോട്. ലവ് യു ഓൾ. ഷാജിർ പാചകം പറഞ്ഞില്ലേ? ഷാജിർ അല്ലേ? ആളാണത്? ബീഫിന്റെ ബീഫിൻ്റെ ഷാജിർ താമരശ്ശേരി. ഷാജിർ പറഞ്ഞു തന്നിട്ടുള്ളത് മറ്റേ സാധനമാണ്, നമ്മുടെ ഒരു മെക്സിക്കൻ ചിക്കൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം. അത് ഒരു വട്ടം കൊണ്ട് വെക്കണം, നാളെ നമുക്ക് അതൊന്നും വെക്കണം. അന്ന് തെറ്റിവെച്ചു അവൻ പറഞ്ഞ പച്ചമുളക് പിന്നെയാണ് ചേർത്തത്, അത് തെറ്റിവെച്ചു.
അത് നമുക്ക് ശരിയായ രീതിയിൽ വെക്കണം, ആ. നാളെ പറ്റി വയ്ക്കാം. ഈ അരിക്ക് ചോറിടാന്ന് പറയണത് രാജലക്ഷ്മി, ആലപ്പുഴയിലുള്ള രാജലക്ഷ്മി ചേച്ചിയില്ലേ, ആ ചേച്ചി എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അജു അങ്ങനെയല്ല അരിക്ക് ചോറിടാന്ന് പറഞ്ഞത് കേട്ട പോലെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കണ ഇമോജി. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ പറയണത് ഒന്നും വിശകലനം ചെയ്യാൻ പോണ്ട, അങ്ങനെ പല ഇതുകളും വായിൽ വരുന്നൊക്കെ പറയും. രോഹിത് ഹിറ്റ്മാൻ, ബെസ്റ്റ് വിഷസ് ഡിയർ ജഗ്ഗു. പുതിയ യൂണിഫോം ഒക്കെ ധരിച്ച് ജഗ്ഗു ദോശ കഴിക്കാനിരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഓർമ്മകൾ 20 കൊല്ലം പുറകിലേക്ക് പോയി. രാവിലെ ഞാനും ഇതുപോലെ യൂണിഫോം ഇട്ട് അടുക്കളയിൽ ചമ്മറം പടിഞ്ഞിരിക്കും. അപ്പോൾ അച്ചമ്മ നല്ല മുരിഞ്ഞ ദോശ ഓരോന്നായി ഉണ്ടാക്കി തരും. മൂക്കറ്റൻ ദോശയും വെട്ടി ഫുൾ സ്പീഡിൽ സൈക്കിൾ ചവിട്ടി സ്കൂളിൽ എത്തുമ്പോഴേക്കും കഴിച്ചതൊക്കെ നല്ലോണം ദഹിച്ചിട്ടുണ്ടാവും. ഓരോരുത്തർ സ്കൂൾ ബാല്യകാല ഓർമ്മകളാണ്. നമുക്ക് അങ്ങനെയല്ലേ, കഞ്ഞിയും ചമ്മന്തിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോകാറ്. അടുത്തത് ജെസ്സി ടാർസസ്, ജഗ്ഗുമോൻ ഞങ്ങളുടെ കുട്ടിയല്ലേ, മോൻ എൻ്റെ പ്രാർത്ഥനയോ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. കിളിയുടെ പാട്ടും ചോറൂറ്റും നല്ല രസമായിരുന്നു കാണാനും കേൾക്കാനും. സരിതയും അജുവും എന്ത് സന്തോഷത്തോടെയാണ് ചോറുപൊതി കെട്ടി കൊടുക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇഷ്ടംപോലെ പേര് കൊടുക്കുന്നു. ചിലവരൊക്കെ അവരുടെ ഭക്ഷണത്തിന്റെ ഒപ്പം തന്നെ അല്ലേ 1 or 2 പൊതി അങ്ങനെയൊക്കെ കൊടുക്കണം. നമ്മള് ചോറിനുമ്പോ അത്തിരി കൂടിയും ചോറ് കൂടുതലിട്ട് കൂട്ടാൻ ഇത്തിരി ഇത് വെച്ച് ചിലപ്പോ 1 or 2 കറികൾ ഉണ്ടാവുള്ളൂ. രശ്മിയ, ഞാൻ അവിടെ സ്റ്റാഫാണ്, ഇത്ര ചോറ് ഇടരുത്, മിക്കവരും വേസ്റ്റ് ആക്കും. ദിവസേന കാണുന്നതാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. പൊതിച്ചോറ് കെട്ടുന്ന എല്ലാവർക്കും ഉള്ള അറിയിപ്പാണ്. 10 പൊതി 12 പൊതി ആക്കിയാലും സാരമില്ല, ഇത്ര ചോറ് ഇടല്ലേ, ശ്രദ്ധിക്കണേ. ഞാനത് ആലോചിച്ചു, അത്രയധികം ചോറിന്റെ ആവശ്യമില്ല. പണ്ടെന്ന് പറഞ്ഞാൽ കണ്ടമാനം ചോറ് ആളുകൾ ഉണ്ണും. നമ്മൾ സദ്യക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 വട്ടമൊക്കെ ആളുകൾ ചോറ് എടുപ്പിക്കും. 4 വട്ടം. ഇപ്പൊ എങ്ങനെയാ, 1 വട്ടം ആകുമ്പോഴേക്കും സദ്യയൊക്കെ 1 വട്ടം വാങ്ങിക്കുമ്പോഴേക്കും അതിലത്തെ പകുതിനെ ബാക്കി വയ്ക്കും. ഞാൻ രാജേഷ് പറയണത് കേട്ടിട്ടുണ്ട്. രാജേഷിന്റെ വീട് അവിടെ അടുത്താണല്ലോ, നമ്മുടെ അധോലോകത്തിലത്തെ രാജേഷില്ലേ, എന്താ പറയാ, അടുത്താണ് അവന്റെ വീടേ. അപ്പൊ എന്തോരാന്ന് തുറക്കാത്ത പൊതികള് അങ്ങനെ തന്നെ കൊണ്ട് കളഞ്ഞിട്ട് വേസ്റ്റ് ആയിട്ട് കിടക്കണ കാണാന്ന് പറയാറുണ്ട് അവൻ ചിലപ്പോഴൊക്കെ. അപ്പോ ഈ പറഞ്ഞ പോലെ ചോറ് കുറെ വേസ്റ്റ് ആവും. നമ്മളിനി അപ്പൊ കുറച്ചാക്കാം, പറഞ്ഞ പോലെ എണ്ണം കൂട്ടാം നമുക്ക് വേണമെങ്കിൽ. അടുത്തത് നന്ദകുമാർ, നമ്മുടെ വീട്ടിലെ നായ്ക്കൾ വീട്ടിലെ അംഗങ്ങളെ പോലെയാണ്, മാറ്റി നിർത്തരുത്, അതുങ്ങളെ സ്നേഹിക്കുക. പിന്നെ അവരെ സ്നേഹിക്കേണ്ട അല്ലെങ്കിൽ അവർ അവരോട് നിൽക്കുമോ? നമ്മളവരെ സ്നേഹിക്കുന്നുണ്ട്, അവരെ ശരിയായ രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. അത് കാലങ്ങളായിട്ട് നമ്മുടെ ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ശീലം തന്നെയാണ്. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെന്താ വെച്ചാൽ നമ്മൾ അകത്തേക്ക് കയറ്റലും നമ്മുടെ കൂടെ കട്ടിലുമ്പ് കെടുത്തലും അങ്ങനെ മാത്രം. അവർക്ക് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതുപോലെ എന്താ പറയുക, കുളിപ്പിച്ച് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് വളർത്തുന്നവരായിരിക്കും. അപ്പോൾ അവർ എപ്പോഴും ക്ലീൻ ആയിരിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം മൃഗങ്ങളാണ്. അപ്പോൾ അവരെ എന്താ പറയുക, ആ ഒരു ഡിസ്റ്റൻസിൽ നിർത്താനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അവർക്ക് എങ്ങനെയാലും രോമം കൊഴിച്ചിലുണ്ടാവും, അതൊക്കെ ഉണ്ടാവും, നമ്മുടെ ഭക്ഷണത്തിൽ വരും, നമുക്ക് അലർജി വരും, നമ്മുടെ ശ്വാസകോശത്തിൽ അവരുടെ ഡാൻഡ്രഫ് ഉണ്ട്. അവർക്ക് ഈ രോമം കൂടാതെ ഒരു പൊടിയുണ്ട്. ആ പൊടി ശ്വസിച്ച് നമ്മുടെ ശ്വാസകോശത്തിൽ പോകണ ഭയങ്കര അപകടം ശരിക്കും. പ്രത്യേകിച്ച് പൂച്ചകൾക്ക്, ഈ മറ്റേ പേർഷ്യൻ ക്യാറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, സീമ പൂച്ചകളൊക്കെ ഇല്ലേ, ആ പൂച്ചകളുടെയൊക്കെ ഒരു പൊടിയുണ്ട്. അതൊക്കെ ഭയങ്കര അപകടം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മള് അവരെ നിർത്തേണ്ടടത്ത് നിർത്തും. അതുകൊണ്ട് അവരെ ഒഴിഞ്ഞു കൊടുക്കലും കുളിപ്പിക്കലും ഭക്ഷണം കൊടുക്കലും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പകൽ സമയത്ത് പൂട്ടിയിടും. തന്നെ വീട്ടിൽ വളർത്തുന്ന കോഴികളും അവരൊക്കെ നമ്മള് എല്ലാറ്റിനും ജീവിതമൊക്കെ കോഴികളെ ഇപ്പൊ നമ്മൾ കുറെ എത്ര കൊഞ്ചിച്ച് സ്നേഹിച്ചാലൊന്നും അവറ്റങ്ങൾ നമ്മളോട് തിരിച്ച് സ്നേഹമൊന്നും ആരെ പറഞ്ഞത്. ചില കോഴിച്ചാത്തന്മാര് നമ്മൾ പണ്ട് കാലത്തുണ്ടായിരുന്നു, ഒരു വീട്ടിലേക്ക് ഒരാളെ കടത്തില് ഒരു നായ്ക്കളെക്കാളും ഭയങ്കര കാവൽക്കാരായിട്ടുള്ള കോഴിച്ചാത്തന്മാരുണ്ടായിരുന്ന ചരിത്രങ്ങൾ നമ്മുടെ കേരളത്തിൽ കണ്ടമാനം വീടുകളുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവരുടെ പട്ടികളുടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നായ്ക്കളുടെ എന്ന് പറഞ്ഞാൽ അതല്ല, അവരുടെ സ്നേഹം ഒന്ന് വേറെ തന്നെയാണ്. മറ്റങ്ങൾക്ക് നമ്മൾ ഇങ്ങോട്ട് വല്ലോടത്തേക്കും പോയിട്ട് അങ്ങോട്ട് വരുമ്പോഴത്തേക്കും അവിടേക്ക് ഓടി, ഞങ്ങൾ എങ്ങനെയും പോകണ്ടെങ്കിൽ ഇവർ അഴിച്ചുവിടും കേട്ടോ, പകലേ അഴിച്ചുവിടും. അല്ലാത്ത സമയങ്ങളിൽ അഴിച്ചു വിടാറുണ്ട്. ഇപ്പൊ ഈ വർഷക്കാലമായപ്പോഴേ എപ്പോഴും ഇറത്തി കയറുമ്പോ ഇവിടെയൊക്കെ വെള്ളം ചെളിയിലും ചവിട്ടിയിട്ട് അവരകത്ത് കയറുമ്പോൾ നമ്മളെപ്പോഴും ഈ സിറ്റ് ഔട്ട് അടിക്കാനും തുടയ്ക്കാനും നേരമുള്ള, പിന്നെ നമ്മൾ ഈ ചെളിയിൽ ചവിട്ടി വീണ്ടും അകത്ത് കയറല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ വർഷക്കാലമായപ്പോ പകൽ സമയം പൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങള് പുറത്ത് പോകുമ്പോൾ അഴിച്ചു. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാണ് ആ ഗേറ്റിന്റെ അവിടെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും. ഞങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങൾ എവിടേക്കാ പോയെന്നൊക്കെ പറയണ പോലെ. ഗീത കെ.വി, ജഗ്ഗുമോൻ നല്ല കുട്ടി. ഞാൻ ഇതിനു മുൻപും കമന്റിൽ പറഞ്ഞിട്ടുണ്ട്, സാധാരണ ഈ പ്രായത്തിലുള്ള കുട്ടികൾ വീഡിയോയിൽ വരാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ വീട്ടിൽ തന്നെ മറ്റു കുട്ടികൾ അങ്ങനെ വരാറില്ലല്ലോ. ജഗ്ഗുവിന്റെ +1 ഫസ്റ്റ് ഡേ ഗെറ്റിംഗ് റെഡി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചല്ലോ. മാത്രമല്ല സരിതയുടെ അച്ഛനമ്മയ്ക്കും സന്തോഷമാകും. ഓൾ ദ ബെസ്റ്റ് ജഗ്ഗു.
നമ്മുടെ വീട്ടിലത്തെ കുട്ടികൾ ആൺകുട്ടികൾക്ക് ഒരാൾ വരില്ല. റോണി ജോൺ, നല്ല മനുഷ്യനായി പഠിച്ചു വളരെ ജഗ്ഗു. നാടിനും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന മകനും മനുഷ്യനുമായി വളർന്നു വരട്ടെ. എന്നും സ്നേഹം മാത്രം ജഗ്ഗു. അജുവേട്ട സരിതേ, അവൻ്റെ മാതാപിതാക്കളായതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാൻ ഇടവരട്ടെ. സ്നേഹത്തോടെ റോണി റിജോ ഫ്ലോറൻസ്. അടുത്തത് കവിത ഹരീഷ്. അവക്കാഡോ ഉണ്ടാവാൻ കുറച്ച് സമയം പിടിക്കും. വലിയ ഇല ഉള്ളത് പച്ചക്കളർ അവക്കാഡോ ആണ്. അത് നല്ല വലിപ്പം വയ്ക്കും. ഒരു പഴം തന്നെ 1/2 കിലോയൊക്കെ ഉണ്ടാകും. ഒരു പഴം തന്നെ 1/2 കിലോയൊക്കെ ഉണ്ടാവും. മറ്റേ ചിലപ്പോൾ ബ്രൗൺ കളർ അവക്കാഡോ ആയിരിക്കും. ഒരെണ്ണത്തിന് ഇല വലുതും പറഞ്ഞ ഇല ചെറുതും പറഞ്ഞില്ലേ ചേട്ടൻ, അതാ പറയണേ. അടുത്തത് ചിത്ര കോൾട്ടൻ. വെരി ഇൻട്രസ്റ്റിംഗ് വീഡിയോ. ഐ എൻജോയ്ഡ് അജൂസ് എക്സ്പ്ലനേഷൻ ഓഫ് പുട്ടിംഗ് ഹോൾസ് ഇൻ ദ ടയർസ്. നൈസ് പ്രൂണിംഗ് ആൻഡ് കീപ്പിംഗ് സിമെന്റ് ബ്ലോക്സ് അറൌണ്ട് ദ ട്രീസ്. Yes, haircutting is a problem for youths. Here in Canada, my grandkids too wanted to grow hair, but the girls wanted to cut. ആൺകുട്ടികൾക്ക് മുടി വളർത്തണം, പെൺകുട്ടികൾക്ക് മുടി കട്ട് ചെയ്യും. എന്താ കഥ. അടുത്തത് ദിവാകരൻ CP. അജുവിൻ്റെ സംസാരവും നിങ്ങൾ 3 പേരും കൂടിയുള്ള പണികളും എല്ലാം കണ്ടിരിക്കാൻ നല്ല രസമാണ്. അടുത്തത് ലതാ മോഹൻ. ഓറഞ്ച് കായ്ച്ച് 3 വർഷം കഴിഞ്ഞാലേ നമ്മുടെ മണ്ണുമായി യോജിച്ച് മധുരമുള്ള ഓറഞ്ച് ഉണ്ടാവുകയുള്ളൂ. വെട്ടിക്കളയണ്ട. പുലോസൻ കായ്ക്കാൻ തുടങ്ങിയിട്ട് 3 വർഷത്തേക്ക് പൊട്ട കായ്കളായിരിക്കും ഉണ്ടാവുക. അതും വെട്ടിക്കളയാൻ നിർത്തണം. ഞങ്ങൾക്ക് 32 ഫ്രൂട്ട്സ് ഇനങ്ങളുണ്ട്. പക്ഷെ ഓറഞ്ച് ഇപ്പൊ 4 കൊല്ലം 5 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും. അത് ടേസ്റ്റ് ഇല്ല. അത് എന്തിട്ടാണ് ഫ്രൂട്ട്സ് അല്ല ജ്യൂസ് ഉണ്ടാക്കുന്ന ടൈപ്പാന്ന് പറയണു. ഭയങ്കര പുളിയാ, വായിലേക്കാൻ പറ്റില്ല. അതിന്റെ ഒരു വൃത്തികെട്ട ടേസ്റ്റ്. നമുക്കൊരു ഇഷ്ടപ്പെടില്ല അതിൻ്റെ ടേസ്റ്റ്. അങ്ങനത്തെയാ. അല്ലെങ്കിൽ ഞങ്ങൾ വെട്ടിക്കളയില്ലല്ലോ. ഇത്രയും നന്നായിട്ടുണ്ടാവണ സാധനം 3 എണ്ണം വെട്ടിക്കളയണമെങ്കിൽ. പിന്നെ നമ്മുടെ വീടുകളിൽ വേറെ ചേട്ടന്മാരും മേടിച്ചു വെച്ചിട്ടില്ല. ബാക്കി എല്ലാവരും റംബുട്ടാനും ഒക്കെ വെച്ചു. ഇത് ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ആരും പിന്നെ വെച്ചില്ല. അടുത്ത രഞ്ജിത്ത് മേനോൻ. ഉരുകുതേ മരുകതേ ഒരേ പാർവയാലെ. നല്ല പാട്ടല്ലേ, എന്താ പാടാഞ്ഞത്? നന്നായി വന്നിരുന്നു, നമസ്കാരം. എന്റെ വരികൾ അറിയില്ല, അത് കാരണം വരി പഠിച്ചിട്ട് ഞാൻ പാടാം. രഞ്ജിത്ത് മേനോൻ ചേട്ടാ, ഞാൻ പാടാം. ഇവിടെ ഈ ചെങ്ങളുണ്ടല്ലോ 5-6 വന്നിട്ട് ഇങ്ങനെ കലപ്പില കൂട്ടില്ലേ, അപ്പൊ എല്ലാവരും കല്ലെറിഞ്ഞ് ഓടിപ്പിക്കും. ഇവര് ഏത് വീട്ടിലാ കലപ്പില കൂടണം അന്ന ആ വീട്ടില് വഴക്കുണ്ടാവുന്ന പറയാ. പണ്ട് ഇവറ്റങ്ങളെങ്കിലും ഓടിപ്പിക്കും. ഇവറ്റകളൊരു സെക്കൻഡ് മിണ്ടാണ്ടിരിക്കില്ല അല്ലെ. എന്തിട്ടാണോ ഈ പറഞ്ഞു കൂട്ടണേ? ഇവിടെ ഇരുന്ന് അങ്ങോട്ട് നോക്കി പറയണ്ട, ഇങ്ങോട്ട് നോക്കി പറയണ്ട, അപ്പുറത്തേക്ക് നോക്കി പറയണ്ട, ആകാശത്തേക്ക് നോക്കി പറയണ്ട. നിവിൻ ഫെർണാണ്ടസ്. നമസ്കാരം അജുചേട്ടാ, സരിതേ, ജഗുമോനെ. ബാക്ക് യാർഡ് വീണ്ടും അടിപൊളിയായിട്ടോ. ഈ ഓറഞ്ച് മരങ്ങൾക്ക് കായ്ക്കുന്നതിന് ഒരു സീസൺ ഉണ്ട്. കറക്റ്റ് ആ സീസൺ സമയത്ത് കായ്ക്കുന്ന ഓറഞ്ചിന് മാത്രമേ മധുരം ഉണ്ടാവുകയുള്ളൂ. സീസൺ അല്ലാത്ത സമയത്തും കായ്ക്കാറുണ്ട്. പക്ഷെ ആ ഓറഞ്ച് ഉപയോഗിക്കാറില്ല. അതിന് പൊതുവെ കട്ട പുളിയായിരിക്കും. പൊതുവെ തണുപ്പുള്ള സ്ഥലങ്ങളിലും മലയോര പ്രദേശങ്ങളിലുമാണ് ഓറഞ്ച് നന്നായിട്ട് ലഭിക്കുക. ഈ ഓറഞ്ച് തോട്ടമൊക്കെ നടത്തുന്നവർ സീസൺ സമയത്ത് പറിക്കുന്ന ഓറഞ്ച് മാത്രമേ പറിച്ചു വിൽക്കാറുള്ളൂ. അല്ലാതുള്ള സമയങ്ങളിൽ പിടിക്കുന്ന ഓറഞ്ചുകൾ അവർ പറിക്കാറില്ല. ആ ടയർ തുളയിടാൻ തുടങ്ങിയപ്പോഴേ ഞാൻ മനസ്സിൽ ചിന്തിച്ചതാണ്, എന്തിനാണ് ഇത്ര കനമുള്ള കമ്പി പഴുപ്പിക്കാൻ ശ്രമിച്ചതെന്ന്. അത് പഴുക്കണമെങ്കിൽ ആലയിൽ വെച്ച് ചൂടാക്കണം. എന്നാൽ അവസാനം നിർബുദ്ധി വന്നതുകൊണ്ട് പപ്പടക്കമ്പിയിൽ എത്തി. അത് ചേട്ടന് ഗ്രൂമിങ്ങിന് സഹായിക്കാൻ പോയ സരിത പരിക്കുകളൊന്നും കൂടാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം. പ്രൂണിങ്ങിനല്ലേ? അടുത്ത് മണികണ്ഠൻ നായർ. അജുവേട്ടന്റെ വാക്കുകൾ കേട്ട് ജഗ്ഗുവിന്റെ ചിരി, അത് ഒരു 1.5 ചിരി തന്നെ. ഞാനും അറിയാൻ ചിരിച്ചുപോയി. പിന്നെ സരിതേച്ചിയുടെ സംശയവും അതിനുള്ള അജുവേട്ടന്റെ മറുപടിയും സൂപ്പർ. അടുത്തത് പ്രീതി. ബേലീഫ് ഗ്രാമ്പു നടുന്നത് നല്ലതല്ലേ? എപ്പോഴും ആവശ്യം വരുന്നതല്ലേ? ഇവിടെ ഉണ്ടായിരുന്നു, വലിയ വീട്ടിൽ വലിയൊരു മരം ഉണ്ടായിരുന്നു. നമുക്ക് കരയാമ്പൂ ഉണ്ടായിരുന്ന വലിയ മരം, വലിയ ഉയരൊന്നും വെക്കില്ല, വലിയ ഭയങ്കര വലുപ്പോ സ്ഥലവും വേണ്ട. കരയാമ്പൂനല്ലേ ബേലീഫ്, വലുതായിരുന്നു, അത് വെട്ടി കളഞ്ഞു, ഞാൻ വെച്ചതാ. അടുത്തത് സതി. ഇന്നത്തെ വീഡിയോ രസമുള്ളതായിരുന്നു. അജുവിൻ്റെ ചില രസികൻ വർത്തമാനങ്ങൾ കേട്ട് ഞാൻ കുറേ ചിരിച്ചു. സത്യത്തിൽ എനിക്ക് വയ്യാതെ ഒരു സങ്കടത്തിലായിരുന്നു. നിങ്ങളുടെ വീഡിയോ എല്ലാം മറന്ന് ചിരിച്ച് മതിയായി. താങ്ക്സ് 3 പേർക്കും. താങ്ക്സ് 3 പേർക്കും. ജഗ്ഗു മോനെ, ധൈര്യമായി പഠിച്ചോളൂ. കോമേഴ്സ് എടുത്ത് കമ്പനികളിൽ ഹൈ പൊസിഷനിൽ എത്തി. പേഴ്സിന് നല്ല കനം വരുത്താട്ടോ. ഓൾ ദ ബെസ്റ്റ്. ശ്രീലേഖ. അത് ഓറഞ്ച് അല്ല, ബത്തക്കായ എന്ന് പറയും. പഞ്ചസാര ചേർത്ത് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം. ശരീരത്തിന് നല്ലതാണ്, ചൂട് കുറയും.
പക്ഷെ പഞ്ചസാര ചേർത്ത് കുടിക്കാൻ നിൽക്കണ്ടേ. വിനോദിനി കണ്ണൻ, അല്ല നമുക്ക് ചെറുനാരങ്ങ കൊണ്ട് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കില്ലേ, അതിന് പകരം ഇതുകൊണ്ട് ഉപയോഗിക്കാം, പുളിയുള്ളതുകൊണ്ടേ. വിനോദിനി കണ്ണൻ, അജുവിന്റെ സംസാരം കേട്ടിട്ട് ഞാൻ ഇവിടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിശ്രീ ഈസി കിച്ചൻ, അജുവേട്ടൻ കളയണമെങ്കിൽ ആ ഓറഞ്ച് എത്ര പൊട്ടയായിരിക്കും എന്നാണ് ഞാൻ ഓർത്തത്. അതെ, അതന്നെ കറക്റ്റ്. ഒരുവിധം നമ്മൾ കൈകാര്യം ചെയ്യും. എന്നിട്ടും അത് വെട്ടിക്കളഞ്ഞിട്ട് കളയണമെങ്കിൽ. ഗീത KV 11:1, പക്ഷേ ദൈവം സഹായിച്ചു ഒരു ടേസ്റ്റും ഇല്ല, വായിൽ വെക്കാൻ കൊള്ളില്ല. ഓ എൻ്റെ സരിതേ, ഞാൻ അറിയാതെ ചിരിച്ചു പോയി, ഇങ്ങനെയൊക്കെ പറയാമോ. ലൈഫ് ടുഡേ, എൻ്റെ പൊന്നോ, കോഴികളിടുന്ന ചക്കമുട്ട ഗോതമ്പ് കൊടുക്കുമ്പോൾ ഗോതമ്പ് മുട്ട ആയിരിക്കുമല്ലേ. അടുത്തത് തങ്കമണി വിജയൻ, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ വീടിന് അടുത്തായിരുന്നു ഞാൻ താമസിക്കുന്നെങ്കിൽ എപ്പോഴും അവിടെ വരുമായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങളെ 3 പേരെയും. ഞാൻ ഹൈദരാബാദിലാണ്, എപ്പോഴെങ്കിലും കാണാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും കാണാം. പ്രേമലു പടം കണ്ടപ്പോൾ ഹൈദരാബാദിലേക്ക് വരാൻ തോന്നി. പക്ഷെ ഹൈദരാബാദ് പോയി വന്നവര് പറയണ അവിടെ ഒരു തേങ്ങയില്ലാന്ന്. ഗോൽക്കണ്ട കോട്ടയുണ്ട്, നമുക്ക് പോയിരുന്നു. അത് മാത്രം കണ്ടാൽ മതി. പിന്നെ രാമോജി ഫിലിം സിറ്റി ഉണ്ട്, ഇത് രണ്ടും മാത്രം കണ്ടാൽ മതി. അപ്പൊ കൊണ്ടുപോ ഞങ്ങളെ. അടുത്തത് ജിഷ KR, നമ്മളെ മീനാക്ഷി കോവിലമ്മച്ചിയെ ക്ഷണിച്ച് സ്വീകരിച്ചിരുത്തി അവിടെ വെച്ചൊരു നാരങ്ങ വെള്ളം കൊടുത്ത് ഈ ഭംഗി ഒന്ന് കാണിച്ചു കൊടുത്ത് കുറച്ച് സ്നേഹം പറഞ്ഞാലോ. അവിടെ നമ്മള് കട്ടവിരിക്കുന്നിടത്ത് നേരിട്ട് വരണ്ട ആളിങ്ങനെ വെറുതെ ഒളിഞ്ഞിരുന്ന് കമന്റ് ഇടണല്ലോ, വന്നിട്ട് പുല്ല് കണ്ടു എന്നൊക്കെ. അതിന് പകരം നേരിട്ട് വരാണെങ്കിൽ തീർച്ചയായിട്ടും ആളാണിയറയിലാണ്, രംഗത്ത് വരില്ല. അടുത്തത് നാസർ അഹമ്മദ്, ഇന്ന് അജു നല്ല ഫോമിലായിരുന്നു. കഥ പറഞ്ഞു വന്നപ്പോൾ കഥയിലിടക്കി കയറി സരിത ചോദ്യം ചെയ്തപ്പോൾ കഥയിൽ എപ്പോഴും മുഖ്യ കഥാപാത്രങ്ങളെ മാത്രമേ കഥാകാരനെ പരാമർശിക്കാൻ പറ്റുള്ളൂ, മറ്റു ചുറ്റുവട്ടമുള്ള എല്ലാവരെയും കൂടി അതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നുള്ള അജുവിന്റെ വാദം സരിതയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. എന്നും അമ്പയെ തോറ്റു തുന്നം പാടുന്ന അജു വിജയശ്രീ ലാളിതനെ കാണാൻ കഴിഞ്ഞു. എല്ലാ അജുവിനും ഓരോ ദിവസമുണ്ട് സരിതേ. ആദർശ് പണിക്കർ, നമസ്തേ ജുവേട്ട സരിത, കൊള്ളാം, മനോഹരം. കൊഞ്ചും മാങ്ങയും ഇട്ട മുളകുപൊടി ചേർക്കാത്ത കറി. മാങ്ങയല്ല, നമ്മള് കായാണ്, നേന്ത്രക്കായ. മുളകുപൊടി ചേർക്കാത്ത കറി അല്ല, മാങ്ങയും ഇട്ട മുളകുപൊടി ചേർക്കാത്ത കറികൾ നമ്മുടെ നാട്ടിൽ സുലഭമാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ചെമ്മീനും ഏത്തക്കായും ചേർന്നുള്ള കറി മനോഹരം. ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ അത് വെക്കുന്ന രീതി കാണുമ്പോൾ തന്നെ അറിയാൻ രുചി മനോഹരമാണെന്ന്. പിന്നെ പച്ചമുളക് ഇട്ട കൊഞ്ച് തോരൻ ധാരാളമായി ഉണ്ട്, ഒരുപാട് കഴിച്ചിട്ടുണ്ട്, അതും അടിപൊളിയാണ്. പിന്നെ പൂന്തോട്ടത്തിൻ്റെ കാര്യം, കട്ടകൾ ചുറ്റിനും വെച്ച് ചെടികളും പൂന്തോട്ടം അതീവ ഭംഗിയായി പുല്ല് വളർന്നു വരുമ്പോൾ കൂടുതൽ മനോഹരമാകും. എന്നാൽ മുൻപത്തെ പോലെ ചെടികൾക്ക് കൊടുക്കുന്ന വളങ്ങൾ അവയ്ക്ക് നേരിട്ട് കിട്ടും. അതാണ് മെയിൻ കാര്യം. അപ്പോൾ കൂടുതൽ പൂക്കളും കായകളും ഉണ്ടാകും. അല്ലെങ്കിൽ 3/4 ഭാഗം വളം പുല്ല് കൊണ്ടുപോകും. എന്തായാലും വീഡിയോ മനോഹരം, രുചി മനോഹരം. കൊഞ്ച് അല്ലെങ്കിൽ ചെമ്മീൻ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട്. നാരൻ ചെമ്മീൻ, തെള്ളി കൊഞ്ചി അഥവാ ഉണക്കുന്ന ടൈപ്പ്, പിന്നെ ടൈഗർ പ്രോൺസ്, കൊച്ചിന്റെ വലിയ ടൈപ്പ്, വലിയ കാലുകളൊക്കെ ഉള്ളവ, അതൊക്കെ കഴിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ സുലഭമാണെങ്കിലും ഈ കറി വെച്ച് നോക്കാം. വീഡിയോ രുചികരം, മനോഹരം. ഹാപ്പി, സ്നേഹം, ഇഷ്ടം. പിക്ചർ ക്ലാരിറ്റി പതിവ് പോലെ തന്നെ മനോഹരം. ലൊക്കേഷൻ പ്രിയതരം. മറ്റൊരു മനോഹര അധ്യായത്തിനും പാട്ടിനുമായി കാത്തിരിക്കുന്നു. സസ്നേഹം, പണിക്കർ. അടുത്തത് അമ്പിളി AAB, ചേച്ചി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളെ, ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയട്ടെ എന്ന് മണിക്കുട്ടി. മണിക്കുട്ടി എന്ന് പറയുമ്പോൾ കോടീശ്വരൻ ഓർമ്മ വരില്ല. മണിക്കുട്ടി ഇതേ ഓടിക്കൊണ്ടിരിക്കുന്നു. അടുത്തത് അജിത ഷാജു, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. കറികൾ വെച്ചാൽ അജു ചേട്ടൻ ചോറ് കഴിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് സരിത ചോറ് കൊണ്ടുവച്ചിരുന്നു. വേണ്ട എന്ന് പറഞ്ഞാൽ അജു ചേട്ടൻ ചോറ് കഴിക്കും. ആ കൂട്ടി കുഴച്ച് കഴിക്കുന്നത് കണ്ടാലേ ഞങ്ങൾക്കും ഒരു സമാധാനം, സന്തോഷം ഉണ്ടാകൂ. അടുത്തത് റെജി അലക്സ്, അജു അല്ലേ ഇപ്പോൾ തന്നെ പറഞ്ഞത് ഈ മഴയ്ക്ക് നാണമില്ലേ എന്ന്, എന്നിട്ട് ഇപ്പോൾ പറയുക വെയിലിന്റെ ചൂട് സഹിക്കാൻ പറ്റില്ല, പുറം പൊള്ളുന്നു. എന്താ അജു ഇത്? KA ജോയ് കള്ളിക്കാടൻ, ക്ഷമിക്കണം, സരിത കലിപ്പിലാണെന്ന് ആദ്യം വിചാരിച്ചു, പിന്നെയാണ് അച്ഛൻ്റെ അമ്മയുടെ അപകടം കേട്ടത്. 60 വയസ്സ് കഴിഞ്ഞാൽ 2 വീലർ ഉപയോഗിക്കരുത്. അപകടം ഉണ്ടായി കഴിഞ്ഞാൽ 60 വയസ്സല്ല, 74 വയസ്സായി. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇനി എങ്ങടയിലൊക്കെ പോണേ അച്ഛൻ 2 വീലറുമ്പോ പോകണ്ട, അച്ഛനമ്മയും ഊബർ വിളിച്ച് പോയാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറയാം, അപ്പൊ അതിലെന്താ അപകടം ഉണ്ടാവില്ലേ? അപകടം വരാനുള്ളതാണെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടാവും, അങ്ങനെ പറയണം. ആ വണ്ടി 23 കൊല്ലം പഴക്കമുള്ള, എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് വാങ്ങിച്ചിട്ടുള്ളതാണേ. കറക്റ്റ് 23 കൊല്ലം.
അപ്പോൾ വാങ്ങിച്ചിട്ടുള്ളതാണ് ആ വണ്ടി. അപ്പോൾ അതിനും പഴക്കമായി തുടങ്ങിയല്ലോ. ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഗോഡ് ബ്ലസ് യു. നമസ്കാരം. ഞാൻ ഇന്നലെ ഇട്ട മെസ്സേജ് എന്താ ഇതിൽ വരാത്തത്? ചിലവരുടെ കമൻറ്റ് ഇട്ടാലും പിന്നെ നോക്കുമ്പോൾ കാണില്ല എന്ന് പലരും പറയുന്നുണ്ട്. ഞങ്ങൾ ഡിലീറ്റ് ആക്കണതല്ല കേട്ടാ, അത് തന്നെ പോണതാണ്. എന്താ സംഭവം എന്നറിയില്ല. ജഗ്ഗുകുട്ടൻ സുഖമാണോ? സുഖമാണ്. കറി അടിപൊളിയാണ്, ഉണ്ടാക്കി നോക്കണം. രാഗി സജി, അജു ചേട്ടൻ അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് കയറണമെന്ന് ചിന്തിച്ചുള്ള നിൽപ്പ് കണ്ട് ഒരുപാട് ചിരിച്ചു. എന്ത് ചെയ്യണം? അതെ, ആ ചെമ്മീൻ കൂട്ടാനും വെച്ച് അവിടെ ഇരിക്കാന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു പറ്റില്ല, പകുതി ചെമ്മീൻ എടുത്ത് ചേട്ടന് മറ്റേ കൂട്ടാൻ വെക്കണം എന്ന് പറഞ്ഞു. ഏത് നമ്മുടെ ജയശ്രീ ചേച്ചി ആണെങ്കിൽ കുറേ പേര് ജയന്തി ചേച്ചി മരിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജയന്തി അല്ല, ഗുരുവായൂരുള്ള ജയശ്രീ ആൻറ്റി. ഞാൻ ആൻറ്റി എന്നാണ് വിളിക്കാറ്, പ്രായമുള്ള ആൻറ്റിയാണ്. അപ്പോൾ ജയശ്രീ ആൻറ്റി പറഞ്ഞു തന്നിട്ടുള്ള ഒരു ചെമ്മീൻ്റെ ഭയങ്കര ടേസ്റ്റ് ആ സാധനം. അന്ന് കഴിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ മതിയായില്ല, അത്രയും ടേസ്റ്റുള്ള ഉറുമ്പ അതിട്ട് ഇത് കടിക്കണമെന്ന് അറിയില്ലേ. അപ്പോൾ അത് ആള് പറഞ്ഞു തന്നിട്ടുള്ള ആ സാധനം ചേട്ടൻ ഉണ്ടാക്കണം, അതിൻ്റെ ഒപ്പം മറ്റേ കട്ട വയ്ക്കാനും പോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്യാം. ഇത് ചെയ്ത് ഈ ചെമ്മീൻ നന്നാക്കാൻ തന്നെ ടൈം എടുക്കുമല്ലോ, അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമുക്കിത് വെക്കാം. മറ്റേ പകുതി എടുത്തിട്ട് വെക്കണ വേണമെങ്കിൽ പിറ്റേ ദിവസം വെക്കാം. അപ്പോൾ അത് ദിവസം വീഡിയോയിൽ അത് പൊക്കോളും കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണ്, അത് നമ്മൾ ഒരു വട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് അത്രേ, അത് കാരണം വീണ്ടും ചെയ്യാൻ പറ്റില്ല എന്ന്. ഒരു വട്ടം ചെയ്തിട്ടുള്ള സാധനം നമ്മൾ പിന്നെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഇതുവരെ. എന്നിട്ട് എന്തുണ്ടായി? അപ്പൊ നല്ല വെയിലാണ് ആ സ്ഥലത്ത്, ഉച്ചയാവാറായിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം നല്ല വെയിലത്ത് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും. ചേട്ടന് അത് പറ്റില്ല, ഒരെണ്ണം വെക്കുമ്പോഴത്തേക്കും വയ്യാണ്ടാവും, ക്ഷീണവും. അപ്പൊ എന്തിനാ അങ്ങനെ വെറുതെ ക്ഷീണിച്ച് നമ്മൾ ചെയ്യണേ? നമുക്ക് സൗകര്യമുള്ളപ്പോൾ തണലുള്ള സമയം നോക്കി ചെയ്താൽ പോരെ. എന്നിട്ട് മറ്റേ സാധനം ഉണ്ടാക്കിയത് ഫുള്ളായിട്ട് കാണിക്കാനും പറ്റിയില്ല. അതെന്തായെന്ന് ചോദിക്കുന്നത്. അത് നല്ല ടേസ്റ്റാ. അത് ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് പോകുന്നില്ലേ എല്ലാവരും, പിന്നെ അവിടെ നിന്ന് പോന്നപ്പോൾ അത് പിന്നെ എടുത്തിട്ട് പോന്നു. എന്നിട്ട് അടുക്കളയിൽ സിമ്മിൽ വെച്ചു. സിമ്മിൽ വെച്ചിട്ട് ഞാനത് ചോറിനാനെടുത്തപ്പോൾ അതിൽ നിന്ന് എടുത്തു. അത് പിന്നെ ഇങ്ങനെ ആയി വരുന്നുണ്ടായിരുന്നുള്ളൂ. എൻ്റെ പൊന്നോ എന്തുട്ടാ ടേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം കൂടി മൊരിയിച്ചിട്ടാണ് അത് ചേട്ടൻ ഇറക്കിയത്. അപ്പം അതിൻ്റെ ടേസ്റ്റ് പോയി. അത്ര മുരിക്കാൻ പാടില്ലായിരുന്നു. അത് പറയാനാണ് ഞാനിത് ഫോണൊക്കെ ഇവിടെ വെച്ചത്. നിഷിജ ഹരിദാസ്, ഇത്ര നല്ല രീതിയിൽ നിങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ആ ക്യാമറാമാനെ ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുമോ അജു? കാണിക്കാം, അവന് ഇഷ്ടമില്ല വരാനായിട്ട്, അതാണ്. അടുത്ത് ബുഷാറ മുഹമ്മദ് അലി, ഈ അജുവിൻ്റെ ഒരു കാര്യം സരിതയെ ഇതിനെ സമ്മതിക്കണം. സരിതയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അജുവിനെ എടുത്ത് കിണറ്റിലിട്ടാനെ. ഇവിടെ കിണറില്ല, കിണറുണ്ട്, കുളം, മേച്ചേരിയുടെ കിണറുള്ള. അതിന് ചേട്ടനെ എത്ര സമയം വേണേ വെള്ളത്തിൽ നിൽക്കും, മുള്ള് കെടുക്കേ മലർന്ന് എടുക്കേ കമുന്ന് എടുക്കുക, എന്നിട്ടാണ് ഒരു കാര്യമില്ല കിണറ്റിലിട്ടിട്ട്. ശ്രീജിത്ത് SK, ഒരു കുഞ്ഞു മനോരമ പേജിൽ 50,000 പേരുടെ കാര്യം എഴുതാൻ പറ്റുമോ? എൻ്റെ ദൈവമേ ചിരിപ്പിച്ചു കൊല്ലും. സരിതേച്ചിക്ക് അങ്ങനെ തന്നെ വേണം. എത്രയോ ആലോചനകൾ വന്നതാണ്. ബിന്ദു പ്രസാദ്, വീഡിയോ കണ്ട് തന്നെ ഇരുന്ന് ചിരിക്കുന്ന പാവം ഞാൻ. എൻ്റെ മോൻ ചോദിക്കുന്നു അജൂസ് വേൾഡ് കണ്ട അമ്മയ്ക്ക് വട്ടായോ എന്ന്. അജുവിൻ്റെ ഓരോ സംസാരം കേട്ട് ചിരിക്കാതിരിക്കാൻ കഴിയില്ല. പാചകവും വാചകവും ഒക്കെയായി ബോറടിപ്പിക്കാത്ത സൂപ്പർ വീഡിയോ. സജിത മൂർഖൻ, ചെമ്മീൻ ഫ്രൈ എന്തായി എന്ന് കാണിക്കുക, എനിക്കും ഉണ്ടാക്കണം അങ്ങനെ. നമുക്ക് അതന്നെ, അത് കുറച്ചുകൂടി സമയത്തൊന്ന് ഒന്ന് ഫ്രൈ ആക്കാം. ഭയങ്കര മുരിഞ്ഞു പോരുത്, അപ്പം അതിൻ്റെ ടേസ്റ്റ് പോകും. നല്ല ടേസ്റ്റാട്ടോ അത്. വല്ല വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്കൊരു സൈഡ് ഡിഷായിട്ടേ ചെമ്മീനോണ്ട് റോസ്റ്റൊക്കെ നമ്മൾ ചെയ്യില്ലേ, അതിന് പകരം ചെയ്യാം. ഇത് ഒരു പണിയും. മായ സജി, കൺഫ്യൂഷനിലായി നിൽക്കുന്നത് കണ്ട് ഞാൻ ഉറക്കെ ചിരിച്ചു. ഭാഗ്യത്തിന് ഇവിടെ വേറെ ആരുമില്ലായിരുന്നു. അടുത്തത് വർഗീസ്, അച്ഛനും അമ്മയും ഇപ്പോൾ ഓക്കെ അല്ലേ? എൻ്റെ മോനും വണ്ടിയിൽ നിന്ന് ഒന്ന് വീണു, പക്ഷെ എന്നോട് പറഞ്ഞില്ല. 4 ദിവസം കഴിഞ്ഞിട്ടാണ് പറയുന്നത്. ഈ ചേച്ചി മറ്റേ വിദേശത്താ, നാട്ടിൽ മോന് സംഭവിച്ചതേ. അത് അകലിരിക്കുമ്പോൾ പറഞ്ഞ് പേടിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാവും മോനെ അറിയിക്കാൻ. ഞാൻ എന്തായാലും നന്നായി, സ്നേഹമുള്ള മോനാണ്. പക്ഷെ കേട്ടപ്പോൾ ഒത്തിരി വിഷമമായി. ഒന്നാമത് ഞാൻ അടുത്തില്ല, ഞാൻ വിഷമിക്കുമെന്ന് കരുതിയിട്ടാണ് പറയാതിരുന്നത്. പിന്നെ കോൾ ചെയ്തപ്പോൾ കാലൊക്കെ പൊക്കി കാണിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഒരു സമാധാനമായേ. നിങ്ങളെ ഇന്ന് സ്വപ്നം കണ്ടു, എൻ്റെ മാമൻ വീട് വെച്ചു, നിങ്ങളവിടെ വന്നു, അപ്പം ഞാൻ കണ്ടു. അന്നേരം ഞാൻ മാമനോട് ചോദിക്കുക ഇവരുടെ വീഡിയോ കാണുമോ എന്ന്. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ചോറൊക്കെ എടുത്തു തരുന്നു. അങ്ങനെ സ്വപ്നം കണ്ടു.
കുറേ പേര് ഞങ്ങളെ സ്വപ്നം കാണാറുണ്ട്, രാത്രി വീഡിയോ കാണുന്നവര്. രാത്രി ഉറങ്ങാൻ നേരത്ത് വീഡിയോ നമ്മുടെ വീഡിയോയും കണ്ട് അങ്ങനെ കിടന്നുറങ്ങി നമ്മൾ സ്വപ്നം കാണും. ഇങ്ങനെ മോന്റെ ഇതൊക്കെ ഉഷാറായിരുന്നു വിചാരിക്കുന്നു. അതെ. ജിഷ വിനോദ്, സരിത എനിക്കും ചെറിയ മഴത്തുള്ളികൾ കുടയിൽ വീഴുമ്പോൾ സൗണ്ട് കേൾക്കാൻ, പക്ഷെ നല്ല മഴയത്ത് പുറത്തിറങ്ങാനേ ഇഷ്ടമല്ല. അതന്നെ, അപ്പം ആകെ നനയുമല്ലോ നമ്മൾ. ഇത് കുഞ്ഞു മഴ എന്നാൽ തീരെ പൊടിമഴയാ വരുത്, ഭയങ്കര കാറ്റും മഴയായിട്ടുള്ള ഓരോ എന്താ പറയുക തുമ്പിക്കൈ വണ്ണത്തിൽ മഴ പെയ്യാന്ന് പറയില്ല, അതും ആവരുത്. അല്ലാണ്ടുള്ള മഴയത്ത് നമ്മൾ കുട പിടിച്ചിറങ്ങുമ്പോൾ ആ കുടയമ്പലിക്ക് വെള്ളം വേണ്ട ഒരു സൗണ്ട്, നമ്മള് വെടിക്കെട്ടിന്റെ ഒക്കെ സമയത്ത് ഓലപ്പടക്കം ഇങ്ങനെ പോലി അങ്ങനെ പോണ പോലത്തെ ഒരു സൗണ്ട് ഉണ്ട്. ഇങ്ങനെ കമ്പിത്തിരി കത്തിക്കുമ്പോഴൊക്കെ ചില സൗണ്ട് അങ്ങനത്തെ ഒരു സൗണ്ട് വരും. അത് നല്ല ഇഷ്ടമാണ് കേൾക്കാൻ. അടുത്തത് ആഷിഖ്, അജേട്ടാ മണ്ടത്തരം പറഞ്ഞാൽ 1 മീറ്റർ പോലും മാറാതെ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് അപാരം തന്നെ. അതന്നെ മറ്റേ സിനിമയിൽ പറയില്ലേ, ഓ പിടിച്ച മീറ്ററിൽ നിന്ന് 1 ഇഞ്ച് നീങ്ങിയിരിക്കട്ടെന്ന് പറയില്ലേ മോഹിനിയാട്ടത്തില്. അതുപോലെ സരിതേച്ചിനെ സമ്മതിക്കണം, പിടിച്ചു നിൽക്കുന്നത് ഞാനൊക്കെ ആണെങ്കിൽ തോട്ടിലേക്ക് എടുത്ത് എറിഞ്ഞേനെ. അടുത്തത് അയാൻ ഡി ലഫി, 5-9 ഗപ്പികൾക്ക് അസോള ബുഫേ ഒരുക്കി തന്ന അജുവേട്ടന് ഓൾ കേരള ഗപ്പി അസോസിയേഷന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇപ്പൊ തിന്നാ ഒന്നുമില്ല, ഒക്കെ വെടുപ്പാക്കി ഒരു കാരി പോലും ഇല്ല. ഇനി അസോളനെ ഇനിയിപ്പോ ആദ്യം വളർത്തണ ചേരാൻ അവിടെ നിർത്തി വന്നിട്ട് ഇതൊക്കെ വെടുപ്പാക്കിട്ട് വേണം ചെയ്യണമെങ്കിൽ. അത് വെടുപ്പാക്കണേ മീനെ മാറ്റണം, ഇടണത് അവര് നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് നോക്കുമ്പോ അത് കാണില്ല. നല്ല പണി. അടുത്തത് അബ്ദുൾ അലിക്ക മലപ്പുറട്ടാ, അജുവേട്ടാ അസോള എന്ന സാധനം അങ്ങനെ ഒരു സാധനം ഉള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇത് കോഴികൾക്ക് തിന്നാൻ പറ്റും, പശുക്കൾക്ക് തിന്നാൻ പറ്റും ഒക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. നിങ്ങളുടെ വീഡിയോ കാണുന്നതുകൊണ്ട് നല്ലൊരു അറിവ് കിട്ടി. നിങ്ങൾ നമ്മുടെ മാഷുമാരാണ്, ടീച്ചർമാരാണ്. നിങ്ങൾ അറിവിൻ്റെ നിറകുടമാണ്, അറിവിൻ്റെ തങ്കക്കട്ടികളാണ്, അറിവിൻ്റെ രോമാഞ്ചമാണ്, അറിവിൻ്റെ അറിവിൻ്റെ സ്കൂളാണ് അലീക്ക മലപ്പുറം. എന്തൊക്കെ പശുക്കൾ കൊടുക്കട്ടെ, തീറ്റയിൽ കുഴച്ച് കൊടുക്കാം. ശ്രീജ പി, പാഷൻ ഫ്രൂട്ട് തണുപ്പാണ്, കഫക്കെട്ടുള്ളവർക്ക് അത്ര നല്ലതല്ല. ശരിയാണ്, അധികം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പുളിയല്ലേ, അപ്പോൾ പെട്ടെന്ന് തൊണ്ടവേദന, മൂക്കടപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ മഴ പെയ്തില്ല, നമ്മുടെ കമന്റ് വായന പൂർത്തീകരിച്ചു. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കേസ്നോ ഹോട്ടലിലൊരു അലംകൃതിൻ്റെ ചിക്കൻ കാരികളുടെ മാത്രമായിട്ടുള്ളൊരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പം ഞാനും തന്നെയും പോവാണ്. ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്കും തന്നെയും പോവാൻ. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.